മലയാളി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. താഴ്വരയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ വീണ്ടും ഒരു ശനിയാഴ്ച രാത്രി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സമയം ചെലവഴിപ്പാൻ കർത്താവ് തന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട്, അനുഭവത്തിനായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. കൃപയാൽ വീണ്ടും ഒരു ദിവസം കർത്താവ് അനുഗ്രഹീതമായ ഒരു പകൽക്കാലം നമുക്ക് നൽകി. കർത്താവ് നമ്മളെ അതിശയകരമായി സൂക്ഷിച്ചു. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വചനങ്ങളും സാക്ഷ്യവും ഗാനങ്ങളും കേൾക്കുവാൻ കടന്നു വരുമ്പോൾ, ഇന്ന് രാത്രിയിൽ നാം കേൾക്കുന്ന അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടാകട്ടെ, വെല്ലുവിളിയാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കർത്താവിൻ്റെ ദാസൻ ബ്രദർ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ഡാളസ് ഇന്ന് രാത്രി നമ്മോടുകൂടെയുണ്ട്. കഴിഞ്ഞ ചില പ്രോഗ്രാമുകളിൽ അതിൻ്റെ കോർഡിനേറ്ററായും മറ്റും അത് ഇന്റർവ്യൂ ചെയ്യാനും മറ്റും കർത്താവിൻ്റെ ദാസൻ നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ പല പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തി തരുവാനും അവരിലൂടെ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളെ കേൾക്കുവാനും ഒക്കെ കർത്താവിൻ്റെ കൃപയാൽ നമുക്കിടയായി തീർന്നു. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ദാസന്റെ ജീവിത അനുഭവങ്ങളിലേക്ക് നാം ഇറങ്ങി ചെല്ലുകയാണ്. ചില ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നാം കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. നാമെല്ലാം ദൈവസന്നിധിയിൽ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ വലിയ കൃപ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾക്കിടയാകണം. എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളെ കർത്താവ് നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയാകണം. ഗാനങ്ങൾ ആലപിക്കുന്ന, ഇന്റർവ്യൂ ചെയ്യുന്ന, സാക്ഷ്യം പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയുടെ മറവിൽ മറഞ്ഞു നിന്ന്, ആ ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ഇടയാകണം. അനേകര് പങ്കെടുക്കുവാൻ ഇടയാകണം. അനേകർക്ക് അനുഗ്രഹമായി തീരണം. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വപ്പെടുമാറാകട്ടെ. കൽവനാഥം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാം എന്ന ഈ പ്രോഗ്രാമിന്റെ 96ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നത്. കഴിഞ്ഞ 95 എപ്പിസോഡുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അനേകർക്ക് പുതിയ ചില പാഠങ്ങളെ ഉൾക്കൊള്ളുവാനും പുതിയ തീരുമാനങ്ങളിലേക്ക് വരുവാൻ ഇടയായി എന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഞങ്ങളും ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ഡാളസ് നമ്മോടുകൂടെയുണ്ട്. പ്രിയദാസനെ മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് കർത്താവിന്റെ ദാസനെ ഇന്റർവ്യൂ ചെയ്യുന്നത് കർത്താവിന്റെ വിലയേറിയ ദാസൻ ഇവാഞ്ചലിസ്റ്റ് അഗസ്റ്റിൻ KM രാജപുരം അവറുകളാണ്. പ്രിയ കർത്താവിന്റെ ദാസന്റെ പ്രോഗ്രാമും 1-2 പ്രോഗ്രാമുകളൊക്കെ നമുക്ക് മുമ്പ് കേൾക്കുവാനും പങ്കെടുക്കുവാനും ഇടയായിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെയും ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും ആദരവോടും കൂടെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഗാനങ്ങൾ ആലപിക്കുന്നത് ബ്രദർ ലിജോ M ജോർജ് കാനഡ അവറുകളാണ്. പ്രിയദാസനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയദാസനെയും എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമുകുര്യൻ അവറുകൾ, മറ്റനേക സൗകര്യ സവർമാർ, ഇന്ത്യക്കകത്തു നിന്ന് പുറത്തുനിന്ന് അനേകർ ഇന്ന് രാത്രി നമ്മോടുകൂടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ എൽസി ആന്റി നമ്മളോടുകൂടെയുണ്ട്. ജോയ് ജോൺ കുവൈറ്റ് അവറുകൾ, അങ്ങനെ അനേകര് നമ്മുടെ കൂടെയുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം ഡയറക്റ്റായിട്ട് പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാം ഇന്റർവ്യൂ ചെയ്യുന്നത് ബ്രദർ അഗസ്റ്റിൻ K മാത്യു അവറുകളാണ്. പ്രിയ അഗസ്റ്റിൻ സഹോദരനെയും അതുപോലെ തന്നെ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ബ്രദറിനെയും എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അവരിൽ നിന്ന് കേൾക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലൂരിനാഥം മിനിസ്ട്രീസിന്റെ പാടി സ്തുതിക്കാം എന്ന ഈ പ്രത്യേക പ്രോഗ്രാമിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 96-ാമത്തെ എപ്പിസോഡിൽ പങ്കാളിയാകുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ നാളുകൾ വിവിധ ശുശ്രൂഷകൾ ദൈവനാമോഹനത്തിനായി ചെയ്യുവാൻ ഈ പ്രവർത്തനത്തെ കർത്താവ് ഉപയോഗിച്ചു. ഇന്ന് ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ മുഖ്യാതിഥിയെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസിനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ നിരവധി താലന്തുകളുടെയും കൃപാവരങ്ങളുടെയും ഒരു കലവറ, വറ്റാത്ത ഉറവ, ദൈവകൃപയുടെ ഒരു ജലപ്രവാഹം. കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കർത്താവിന്റെ കരങ്ങളിൽ വിശ്രമരഹിതമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവഭക്തനായ ഒരു കർത്തൃദാസൻ. തനിക്ക് ദൈവം നൽകിയിട്ടുള്ള നിരവധി താലന്തുകളും കൃപാവരങ്ങളും അതിനേക്കാൾ ശക്തമായി ദൈവകൃപയിൽ നിന്നുകൊണ്ട് അവയെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി മാത്രം വിനിയോഗിക്കുന്ന ഒരു ദൈവപുരുഷനാണ് കർത്തൃദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ്. താനുമായി ഒരു 10 മിനിറ്റ് നാം സംസാരിച്ചാൽ ദൈവകൃപയുടെ വലിയൊരു പോസിറ്റീവ് എനർജി നമ്മിലേക്ക് ഒഴുകി വരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ നാം സംസാരിക്കും തോറും ദൈവകൃപയുടെ അനർഗളമായ പ്രവാഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നമ്മുടെ ജീവിതത്തിന് നിരവധി ശുദ്ധീകരണം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ദൈവകൃപയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമെന്നുള്ളത് അനുഭവസ്ഥനാണ് എന്നുകൂടി ഈ വേദിയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നും വിശ്രമരഹിതമായി താൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുവിശേഷകനായി, സഭാപരിപാലകനായി, ബാലജന യുവജന പ്രവർത്തകനായി, മാഗസിൻ എഡിറ്ററായി, അതുകൂടാതെ നിരവധി ബാലജന ഗീതങ്ങളുടെ രചയിതാവായി, മറ്റ് ക്രിസ്തീയ ഗാനങ്ങളുടെ രചയിതാവായി, ദൈവം കൊടുത്തിട്ടുള്ള എല്ലാ താലന്തുകളോടും കൃപാവരങ്ങളോടും വിശ്വസ്ത പുലർത്തി അത് ദൈവം നൽകുന്ന നിർദ്ദേശമനുസരിച്ച് മാത്രം പ്രയോജനപ്പെടുത്തി തൻ്റെ ആഗ്രഹവും തൻ്റെ കാഴ്ചപ്പാടും പോലെ കർത്താവെ നിന്റെ ഭാവവും നിന്റെ രൂപവും എന്നിൽ എന്നും നിറയണം എന്ന് എഴുതുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, അതിനായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ദൈവഭക്തനാണ് കർത്താവിന്റെ ദാസൻ. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യവും അതിന്റെ ആഴവും വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന, ദൈവഭക്തിയിൽ വിശുദ്ധിയെ തികയ്ക്കാൻ അതിശക്തമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്കൊക്കെ വളരെ മാതൃകയായ, നമ്മൾ അടുക്കും തോറും വളരെ ബഹുമാനത്തോടെ ഭയത്തോടു കൂടി കർത്താവിനെ കാണുന്ന, അല്ലെങ്കിൽ കർത്താവിനെ കണ്ടെത്തുവാൻ ഒരു ചാലകമായി പ്രവർത്തിക്കുന്ന, ഇനിയും പറയാൻ ധാരാളം വിശേഷണങ്ങളുണ്ട്. അങ്ങനെ അപൂർവമായ ഒരു വ്യക്തി വിശേഷമായ പ്രതിഭാധനനായ ഈ കർത്തൃദാസനെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്റെ ശുശ്രൂഷ ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് വിവിധ തലത്തിൽ വിവിധ തരത്തിൽ പ്രയോജനമായി തീരുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്നേഹാദരങ്ങളോടുകൂടി കർത്തൃദാസനെ ഈ അഭിമുഖത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ബ്രദർ, ഇപ്പോൾ എത്ര സമയമായി അവിടെ? ഇവിടെ ഇപ്പോൾ രാവിലെ 8 മണിയായിട്ടുണ്ട്. ഓക്കെ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പരിമിതമായ സമയം കൊണ്ട് പരപ്പേറിയ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നവനാണ് ജ്ഞാനി എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സമയരഥ ചക്രം വളരെ വേഗത്തിൽ ഓടുകയാണ്. അതുകൊണ്ട് സമയരഥ ചക്രം വളരെ വേഗത്തിൽ ഓടുന്നത് കൊണ്ട് പരിമിതമായ സമയം കൊണ്ട് സഹോദരനിൽ നിന്നും പരപ്പേറിയ പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് സമയരഥത്തിന്റെ വേഗത്തിനനുസരിച്ച് ഞാനും വേഗം ആർജിക്കാൻ ആഗ്രഹിക്കുകയാണ്. 51 വർഷത്തെ ജീവിതം. ഈ 51 വർഷത്തെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം പഠിപ്പിച്ച പാഠങ്ങൾ, ദൈവകൃപയുടെ കരപരിപാലനത്തിന്റെ വിവിധ അനുഭവങ്ങൾ എല്ലാം സഹോദരന്റെ ജീവിതത്തിലുണ്ട്. 40 വർഷം സഹോദരൻ ജീവിച്ചത് കേരളത്തിലാണ്. കഴിഞ്ഞ 11 വർഷമായി ഡാളസിലാണ്. എന്നാൽ നമുക്ക് കേരളത്തിൽ നിന്ന് സഹോദരന്റെ ജീവിത യാത്ര നമുക്ക് തുടങ്ങാം. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലുള്ള കാഞ്ഞിരത്തമൂട് ജംഗ്ഷനിലുള്ള കൊച്ചുചാഴി വലത്തുന്ന പഴമയുടെ ആഠ്യത്വമുള്ള ആ വീട്ടിൽ നിന്നും നമുക്ക് തുടങ്ങാം. അവിടെയാണല്ലോ പ്രിയ സഹോദരന്റെ ജീവിതത്തിന്റെ യവനിക ഉയർന്നത്. ഈ വേദിയിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജനനം, മാതാപിതാക്കളും സഹോദരങ്ങളും ഇപ്പോൾ എവിടെ എന്ന് ഇത്യാദി കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായി പ്രിയ സഹോദരനെ ക്ഷണിക്കുന്നു. മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ കാൽവറിനാഥം മിനിസ്ട്രിയുടെ
ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആ, വരാനായിട്ട് ദൈവം നിയോഗിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷ് ബ്രദറിനോടും അതുപോലെ മാമൻ കുര്യൻ ബ്രദറിനോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. അഗസ്റ്റിൻ ബ്രദർ പറഞ്ഞ ഇൻട്രൊഡക്ഷനൊന്നും ഞാൻ യോഗ്യനല്ല, തികച്ചും കൃപയാൽ മാത്രം ഞാനാകുന്നത് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ കോട്ടയത്ത് പുതുപ്പള്ളി, അതാണ് എൻ്റെ സ്വന്തം സ്ഥലം. കോട്ടയത്താണ് ജനിച്ചത്. ബാല്യകാലത്തിൽ പപ്പായുടെ ജോലിയുള്ള മൊത്തത്തിൽ തേക്കടിയിലും എറണാകുളത്തും ഒക്കെ ആയിട്ട് അല്പം കാലങ്ങളിൽ പോകേണ്ടി വന്ന ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ സമയങ്ങളും പുതുപ്പള്ളിയിൽ ബേസ് ചെയ്ത്, എന്നാൽ മറ്റ് പല സ്ഥലങ്ങളിൽ ശുശ്രൂഷകളുള്ള മതത്തിലായിരിക്കും എന്തൊക്കെ ദൈവം ഇടയാക്കി. എൻ്റെ പിതാവിൻ്റെ പേര് KP ആൻഡ്രൂസ് എന്നാണ്. അദ്ദേഹം KTDCയിൽ ആയിരുന്നു. അതിനുശേഷം പിന്നെ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ US ഞങ്ങളോടൊപ്പമുണ്ട്. മാതാവും ഞങ്ങളോടൊപ്പമുണ്ട്, മറിയാമ്മ ആൻഡ്രൂസ്. വളരെ ഭക്തരായ മാതാപിതാക്കളായിരുന്നു. മക്കളെക്കുറിച്ച് ഭൗമികമായ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ആത്മീയരായി അവർ തീരണം എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി എന്നുള്ളത് എനിക്കിപ്പോൾ ഓർക്കുവാനായിട്ട് കഴിയുന്നു. കാരണം യാതൊരു നിലയിലും ഭൗമികമായി എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഒരു പ്രഷറും എനിക്കോ ഞങ്ങളുടെ എൻ്റെ 2 സഹോദരിമാരാണ്, അവർക്കും ഒന്നും മാതാപിതാക്കൾ നൽകിയില്ല. എന്നാൽ എപ്പോഴും നിങ്ങൾ ദൈവഭയത്തിലായിരിക്കണം എന്നുള്ള വലിയ ഉപദേശത്തോടും ആ സ്നേഹത്തോടും കൂടെ അവർ വളർത്തി എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ മൂത്ത സഹോദരി ജോയിസ്, എൻ്റെ ബ്രദറിലോ വിനോജി സാമുവൽ, അവരിപ്പോൾ മലാവിയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അവർക്ക് 2 മക്കൾ, അവർ 2 പേരും വിവാഹിതരാണ്. ഇളയ സഹോദരി ജീന, അതുപോലെ എൻ്റെ ബ്രദറിലോ എൽസൺ എബ്രഹാം, അവർ ഡാളസിൽ തന്നെയുണ്ട്. അവർക്ക് 4 മക്കളാണ്. ഇതാണ് എൻ്റെ ബേസിക് കുടുംബ പശ്ചാത്തലം. ദൈവഭക്തരായ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു, കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്ന സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നല്ലൊരു ആത്മീക അന്തരീക്ഷത്തിലാണ് സഹോദരൻ വളർന്നത്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും ഒക്കെ ധാരാളം തവണ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്നാണ് സഹോദരന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ ദിവസമുണ്ടായത്? സഹോദരൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി തീർന്നു. എന്നോട് സുവിശേഷം പറയുന്ന കാര്യത്തിലും ആദ്യം ഇടപെട്ടത് എൻ്റെ മാതാവ് തന്നെയാണ്. ഞാൻ 8 വയസ്സുള്ളപ്പോൾ മമ്മി എന്നോട് സുവിശേഷം പറഞ്ഞു. അന്ന് എൻ്റെ ഒരു ഭയം നരകത്തിൽ പോകരുത് എന്നുള്ളൊരു ഭയമായിരുന്നു. ഞാനത് ഏറ്റുപറഞ്ഞു, സ്വീകരിച്ചു. എന്നാൽ അടുത്ത വർഷങ്ങളിലെല്ലാം ഞാൻ 8 വയസ്സുള്ളപ്പോൾ ഇത് ഇങ്ങനെ ഏറ്റുപറഞ്ഞെങ്കിലും 9-ാം വയസ്സിലും 10-ാം വയസ്സിലും ഒക്കെ എവിടെയെങ്കിലും BBSലോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിലൊക്കെ സുവിശേഷം കേൾക്കുമ്പം പിന്നെയും ഏറ്റു പറയുമായിരുന്നു. കാരണം എനിക്കൊരു ഭയം, ഞാൻ ശരിയായിട്ട് രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബാലസംഘത്തിൻ്റെ ഒരു ക്യാമ്പിൽ അവിടെ വെച്ച് നടന്നൊരു ഗ്രൂപ്പ് ക്ലാസ്സിൽ അവിടെ അധ്യാപകൻ വളരെ വ്യക്തമായി സുവിശേഷത്തിൻ്റെ എല്ലാ ഘടകങ്ങളും പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ പറയുന്ന പ്രാർത്ഥനയുടെ ഏറ്റുപറച്ചിലിൻ്റെ വാക്കുകൾ കൊണ്ടല്ല, ഉള്ളിൽ വിശ്വാസത്തോടെ കർത്താവിനെ ഏറ്റെടുക്കുമ്പോഴാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത് എന്നുള്ള ആ സുവിശേഷ സത്യം വ്യക്തമായി പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ആ ക്ലാസ്സിൽ വെച്ച് രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള ചോദ്യത്തിന് യെസ് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ആ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രഷർ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ ഭവനത്തിൽ ചെന്ന് ഞാൻ ഓർക്കുന്ന ഒരു സോഫയുടെ അവിടെ മുട്ടുകുത്തി ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പണ്ടൊക്കെ ഏറ്റു പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ പുതിയ സൃഷ്ടിയാക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അന്നാണ് എനിക്ക് രക്ഷയുടെ ഉറപ്പ് കിട്ടിയത്. അതിനുശേഷം പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിട്ടില്ല. സഹോദര, കോളേജ് ജീവിതത്തില് വിശേഷം നമ്മുടെ കൗമാരവും യൗവനത്തിന്റെ ഒക്കെ ഒരു നല്ലൊരു പ്രായമാണ്. ആ പ്രായത്തിൽ ഈ ജീവിതത്തിലുണ്ടായ വ്യക്തിപരമായ ആത്മീയ നവീകരണം അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു എന്നുള്ളത് കൂട്ടുകാരുടെ ഒക്കെ മധ്യത്തിൽ കോളേജ് ജീവിതത്തിൽ എങ്ങനെയാണ് സഹോദരൻ വെളിപ്പെടുത്തിയത്? ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ സ്കൂൾ ജീവിതം, അതിനുശേഷം പ്രീ ഡിഗ്രിയുടെ കാലഘട്ടം. ഈ സമയത്തൊന്നും ഞാൻ ഒരിക്കലും ഒരു വിശ്വാസിയാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഞാൻ തുനിഞ്ഞിരുന്നില്ല. കാരണം എന്തോ ലജ്ജ അല്ലെങ്കിൽ അത് ഒരു പ്രഷറായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ
ആ ഒരു സമൂല പരിവർത്തനം എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഒരു മര്യാദക്കാരൻ എന്നുള്ളതിൽ ഉപരിയായിട്ട് ഞാൻ വലിയ വ്യത്യാസമൊന്നും അവരിൽ നിന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ജോൺ ഗ്രീനങ്കിൾ ഞങ്ങളുടെ അസംബ്ലിയിലാണല്ലോ, അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ അങ്കമാലിയിൽ വെച്ചൊരു ക്യാമ്പ് നടക്കുന്നുണ്ട്, അത് അങ്കമാലി റീജിയനിലുള്ള യൂത്തിന് വേണ്ടിയുള്ള ക്യാമ്പാണ്, പക്ഷേ ഫ്രീ ആണെങ്കിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജോജി, ഞങ്ങൾ രണ്ടുപേരും ആ ക്യാമ്പിൽ കടന്നുപോയി. പക്ഷെ ആ ക്യാമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു സമൂല പരിവർത്തനമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവമകനായി തീർന്നു എന്ന് പറഞ്ഞാലും ഒരു യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം, യേശുവിൻ്റെ ശിഷ്യനായി തീരുന്നത് എങ്ങനെ, സമ്പൂർണ്ണ സമർപ്പണം തുടങ്ങിയുള്ള വ്യക്തിപരമായ ജീവിതത്തിലെ സമർപ്പണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ എടുത്തത് ദൈവം എന്നോട് തന്നെ സംസാരിച്ചു എന്നുള്ളത് എനിക്ക് ഓർക്കുവാനായിട്ട് കഴിയും. അങ്കമാലിക്കാർക്ക് വേണ്ടി നടത്തപ്പെട്ട ക്യാമ്പിൽ ഞാൻ കോട്ടയത്തു നിന്ന് പോയി, പക്ഷേ അതെനിക്ക് വേണ്ടിയുള്ളൊരു ക്യാമ്പായിരുന്നു എന്നെനിക്ക് ബോധ്യമായി. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു പുനഃസമർപ്പണം ചെയ്തു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ സമൂല പരിവർത്തനം എന്താണെന്നുള്ളത് അനുഭവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയായി തീരണം എന്നുള്ള വലിയ ഉത്സാഹമുണ്ടായി. അപ്പം ഞാൻ കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു എങ്ങനെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെളിപ്പെടുത്തും. ഇതുവരെ ഞാനൊരു വിശ്വാസിയാണെന്നോ ദൈവമകനാണെന്നോ എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പം അന്ന് ഞാൻ ചെയ്തൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ CEF-ൻ്റെ ഒക്കെ വേർഡ്ലെസ് ബുക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്, നമ്മൾ പല കളറുള്ളൊരു ബുക്ക് സുവിശേഷം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അന്ന് അതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല, എങ്ങനെയോ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ ഒരു വേർഡ്ലെസ് ബുക്ക് ഇങ്ങനെ ഉണ്ടാക്കി, അത് പോക്കറ്റ് സൈസിനേക്കാൾ വലിയ സൈസിൽ ഉണ്ടാക്കി പോക്കറ്റിലിട്ടു. അപ്പം അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, കോളേജിൽ ചെല്ലുമ്പം പിള്ളേർ ഇതെടുക്കുക എന്താടാന്ന് ചോദിക്കും, അപ്പം അതിലൂടെ സുവിശേഷം പറയണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അങ്ങനെ 2-3 ദിവസം ഇട്ടു, ഓരോരുത്തർ ഇത് എടുക്കുന്നു. അപ്പം ഞാൻ പറയും, നമുക്ക് ലഞ്ച് ടൈമിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അങ്ങനെ 2-3 പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് സംഭവം ഉപദേശിപ്പണിയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതിനുശേഷം എന്നെ ആ നിലയിൽ ഒരു ഉപദേശി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അങ്ങനെ ആ നിലയിൽ മാത്രം ചിന്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു ചിന്താഗതി സ്റ്റുഡൻസിൻ്റെ ഇടയിലുണ്ടായി. അതുകൊണ്ട് തന്നെ അല്പമൊക്കെ പരിഹാസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും അവർ പല കാര്യങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞാൽ അവരിടപെടുന്ന പല കാര്യങ്ങളിൽ നീ മാറി നിന്നു, നിനക്ക് പറ്റുന്നൊരു സ്ഥലമല്ല എന്നുള്ള നിലയിൽ നമ്മളെ അങ്ങനെയുള്ള ഉഴപ്പിൻ്റെ വശങ്ങളിൽ നിന്നും അവർ തന്നെ മാറ്റി നിർത്തുന്ന ഒരു അനുഭവം ഉണ്ടായി. മാത്രമല്ല അതുമൂലം ആ കോളേജ് സമയത്ത് അനേക കുട്ടികളോട് സുവിശേഷം പറയാനായിട്ട്, എൻ്റെ ക്ലാസ്മേറ്റ്സിനോട് സുവിശേഷം പറയാൻ ദൈവം സാഹചര്യം ഒരുക്കി. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ EU എന്ന് പറയുന്ന കോളേജ് സ്റ്റുഡൻസിനിടയിൽ പ്രവർത്തിക്കുന്ന സുവിശേഷ സംഘടനയുമായിട്ട് സഹകരിച്ചു പോകുന്നതുകൊണ്ട് പല നിലകളിലുള്ള പ്രവർത്തനങ്ങളിൽ ഉത്സാഹമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റി. അന്ന് ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് എല്ലാ ബുധനാഴ്ചയും ഒരു ഹോസ്പിറ്റൽ ഇവാഞ്ചലിസം ചെയ്യുമായിരുന്നു, എല്ലാ വ്യാഴാഴ്ചയും ഒരു പാർക്കിൽ പോയി സുവിശേഷം പറയുമായിരുന്നു, എല്ലാ ശനിയാഴ്ചയും ഒരു ചൈൽഡ് ഇവാഞ്ചലിസം, ഒരു ഓർഫനേജിൽ പോയി അവിടെ എടുക്കുവാൻ ദൈവം അനുവദിച്ചു. അതുപോലെ മാസത്തിൻ്റെ ഒരു ശനിയാഴ്ച ഹൗസ് വിസിറ്റിംഗ് ചെയ്യാൻ, പോസ്റ്റൽ ഇവാഞ്ചലിസം, പോസ്റ്റർ ഇവാഞ്ചലിസം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാനായിട്ട് ആ സമയത്ത് പറ്റി. കാരണം ആ ഒരു സമൂല പരിവർത്തനത്തിൻ്റെ ഒരു ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് വളരെയധികം അനുഭവിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു കോളേജ് കാലഘട്ടം. കോളേജിൽ വെച്ചുണ്ടായ ആത്മീയമായ വളർച്ചയും കർത്താവിനെ സാക്ഷിക്കണമെന്നുള്ള ശക്തമായ ആഗ്രഹവും, ഈ ആഗ്രഹമാണോ സഹോദരനെ പത്തനംതിട്ട ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിച്ചത്? തീർച്ചയായിട്ടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൂർണ്ണസമയമായി ഒരു വിളി എനിക്കുണ്ടായിരുന്നില്ല അന്ന് ആ സമയത്ത്. പക്ഷെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, കർത്താവ് എന്നെ എവിടെ കൊണ്ടാക്കിയാലും ഞാൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകണം എന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു എങ്ങനെയാണ് അതിനൊരു പരിശീലനം ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ ഒരു സ്നേഹിതനായിരുന്ന ജോജി ജോർജ്, അദ്ദേഹം ഞങ്ങളൊരു സഭയിലായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ കൂടുമായിരുന്നു. ആ സമയത്ത് ജോജി പത്തനംതിട്ട ബൈബിൾ കോളേജിൽ 1-ാം വർഷം കഴിഞ്ഞ് മടങ്ങി അവധി സമയത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അന്നിട്ട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കോളേജ് കഴിഞ്ഞു, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഞാൻ ദൈവഹിതത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഒരു പരിശീലനം എനിക്ക് കിട്ടണം. ഞാൻ പൂർണ്ണസമയമായിട്ട് ഉള്ളൊരു വിളി എനിക്ക് ദൈവം തന്നിട്ടില്ല, സമ്പൂർണ്ണ സമർപ്പണം ചെയ്തിട്ടുണ്ട്. എന്നാൽ പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി ഒരു സമർപ്പണം എന്ന് പറഞ്ഞാൽ ആ ഒരു നിയോഗം എനിക്ക് ലഭിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷെങ്കിൽ വചനം എനിക്കറിയണമെന്നുണ്ട്.
അപ്പോൾ ജോജി എന്നെ ഉത്സാഹിപ്പിച്ചു. ജോജി പറഞ്ഞു, വചനം പഠിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും, അതിനുശേഷം ദൈവം നയിക്കുന്നത് പോലെ പോയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ പത്തനംതിട്ട ബൈബിൾ കോളേജിലെ അഡ്മിഷൻ ആ വർഷത്തെ ക്ലോസ് ആക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പിറ്റേ ദിവസമാണ് ലാസ്റ്റ് ഡേ. അപ്പം ഞങ്ങൾ ആ കാര്യത്തിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനിയും ഞാൻ പോയി മാതാപിതാക്കളോട് പറയാൻ പോവുകയാണ്. അപ്പം അവർ പറയുന്ന വാക്കുകൾ എന്നെ ദൈവഹിതത്തിൻ്റെ ഒരു പൂർണ്ണ നിശ്ചയത്തിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് പോയത്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ, ഞാനൊരു ഏക മകനാണ്, എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. അപ്പോൾ അവർക്ക് മകൻ ഇതാ ബൈബിൾ കോളേജിൽ പോകുന്നു എന്ന് പറയുമ്പം പെട്ടെന്ന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ഏതായാലും ഞാൻ അത് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരോട് പ്രാർത്ഥിക്കാൻ കൂടിയതിന് ശേഷം വീട്ടിൽ ചെന്നു. എൻ്റെ പേരൻസിനോട് പറഞ്ഞു, നാളെ ഞാൻ പത്തനംതിട്ട ബൈബിൾ കോളേജ് ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു നെഗറ്റീവ് റെസ്പോൺസാണ് അവരിൽ പ്രതീക്ഷിച്ചത്. പക്ഷെങ്കിൽ അവർ പറഞ്ഞു, അങ്ങനെ ഒരു ബോധ്യം നിനക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ചേരണം എന്ന് പറഞ്ഞു. അതെനിക്ക് ഒരു കൺഫർമേഷൻ ആയിരുന്നു. ഞാൻ പിറ്റേ ദിവസം തന്നെ ജോജിയോട് കൂടെ പത്തനംതിട്ടയിൽ പോയി അവിടെ അഡ്മിഷൻ എടുത്തു. അങ്ങനെയാണ് പത്തനംതിട്ട ബൈബിൾ കോളേജിൽ ചേരുവാനായിട്ട് ഇടവന്നത്. സഹോദരനോട് സംസാരിക്കുമ്പോൾ പത്തനംതിട്ട ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന്റെ 1 വർഷം ജൂനിയറായി ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടായ ഓർമ്മകളുടെ ഒരു ഗൃഹാതുരത്വം, അതിന്റെ സ്മരണകളുടെ ഒരു വേലിയേറ്റം എൻ്റെ നെഞ്ചകത്ത് ഉണ്ടാകുന്നുണ്ട്. ആ നല്ല നാളുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1998 ദൈവവചനം 97 ദൈവവചനം പഠനം പൂർത്തീകരിച്ച് സഹോദരൻ പുറത്തു വരികയും, എന്നാൽ പൊതുവെ നമ്മൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്നവരെ കുറിച്ചുള്ള ചിന്ത, ബൈബിൾ കോളേജ് പഠിക്കുന്നത് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേർതിരിയാനാണ് എന്നൊരു പൊതുവെ ഒരു ധാരണ നമ്മുടെ ആത്മീയ സമൂഹത്തിലുണ്ട്. എന്നാൽ സഹോദരൻ പൂർണ്ണസമയ വേലയ്ക്ക് വേർതിരിയാതെ ഗോസ്പൽ ലിറ്ററേച്ചർ സർവീസ് എന്ന ക്രിസ്ത്യൻ പബ്ലിഷിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുകയും, അതോടൊപ്പം തന്നെ GLS-മായി ബന്ധപ്പെട്ട നിരവധി സാഹിത്യ പ്രവർത്തനങ്ങളിൽ, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളിലൊക്കെ സഹോദരൻ പങ്കാളിയായിട്ടുണ്ട്. അപ്രകാരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇടയായതിന്റെ പിന്നിൽ അത് ദൈവേഷ്ടമായിരുന്നോ? അതെങ്ങനെയാണ് സഹോദരൻ അത് മനസ്സിലായത്? അതെല്ലാം കേൾക്കാൻ താല്പര്യമാണ്. പത്തനംതിട്ട ബൈബിൾ കോളേജ് എൻ്റെ ജീവിതത്തിലെ ശരിക്കും ഒരു പരിശീലന കാലഘട്ടമായിരുന്നു. മുമ്പ് പറഞ്ഞ പോലെ പല നിലകളിലും ദൈവം എന്നെ പരിശീലിപ്പിച്ച് എൻ്റെ കൃപാവരം ഇന്നതുണ്ട്, അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രേരണ നൽകിയ ഒരു സമയമായിരുന്നു. അതുപോലെ ഇപ്പോൾ അഗസ്റ്റിൻ ബ്രദർ ഓർപ്പിച്ചതുപോലെ നല്ല ചില സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മീയരായിട്ടുള്ള അഗസ്റ്റിൻ ബ്രദറിനെ പോലെ ഇന്നും നിലനിൽക്കുന്ന ഒരു നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി. ഞാൻ ആ സമയത്ത് അഗസ്റ്റിൻ ബ്രദർ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും അഗസ്റ്റിൻ ബ്രദറിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾ, കൃപാവരങ്ങൾ, അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇന്നും ദൈവത്തിൻ്റെ ദാസനെ ദൈവം ഇത്ര ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് ഓർത്ത് വളരെയധികം സന്തോഷം. ഞാൻ പത്തനംതിട്ടയിലെ ബൈബിൾ കോളേജിൽ ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ ചോദ്യങ്ങളായി. എനിക്കിതുവരെ ദൈവം പൂർണ്ണസമയ സുവിശേഷവേല എന്നൊരു നിയോഗം വ്യക്തമായിട്ട് തന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ തന്നെ ഏറ്റെടുത്ത് ഇറങ്ങേണ്ട, ദൈവം എനിക്ക് ബോധ്യം തരുന്ന നാൾ വരെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു സെക്യുലർ ജോലിക്ക് പോകണമോ എന്നുള്ള ചോദ്യചിഹ്നം ഇങ്ങനെ വളരെ ശക്തമായി നിന്നുകൊണ്ടിരുന്നു. 1-2 മാസം വളരെ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്താണെന്ന് എനിക്ക് കാണിച്ചു തരണം. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എവിടെയാക്കിയാലും നിന്റെ നാമത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഞാൻ ഇനി ഫർദർ പഠിക്കണമോ? ഞാൻ കൊമേഴ്സിലാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. ഞാൻ അതുപോലെ MCOM-ന് വല്ലതും പോകണമോ, അതോ നേരെ ജോലിക്ക് പോകണമോ? എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നിന്റെ ഹിതം കാണിച്ചു തരണം എന്ന് വ്യക്തമായി പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇനി സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോലിയാണെങ്കിൽ അത് അത്രയും നന്നായിരിക്കും എന്നും ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്കുള്ളിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് നമ്മുടെ കർത്താവിന്റെ ദാസൻ ജോർജ് കോശി മൈലപ്രായുടെ ആയിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു. ജിബു എന്താ ചെയ്യുന്ന ബൈബിൾ കോളേജ് കഴിഞ്ഞിട്ട്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം ലീഡ് ചെയ്യുന്ന പോലെ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, GLS-ൽ ഇപ്പോൾ ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്, ഒരു അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ജിബു ജോയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആകപ്പാടെ അതിശയിച്ചു. കാരണം ഒരു എഡിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജേർണലിസത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. ജോർജ് കോശി ജേർണലിസം പഠിച്ച ആളാണ്. അന്ന് ബാബു കെ വർഗീസ് ബോംബെയിലെ എഡിറ്ററായിരുന്നു. അദ്ദേഹം ജേർണലിസം പഠിച്ച ആളാണ്. അപ്പം എനിക്ക് ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാൻ കൊമേഴ്സ് ഡിഗ്രിയും ബൈബിൾ കോളേജും മാത്രമേ ഉള്ളൂ.
അപ്പം ഞാൻ ജോർജ് ക്വസ്റ്റ്യനോട് ചോദിച്ചു, ഞാൻ ജോജിച്ചാന്നാണ് വിളിക്കുന്നത്, ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ജേർണലിസം ഒന്നും പഠിക്കാത്ത ഞാൻ എഡിറ്ററായിട്ട് വരണം എന്ന് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കാര്യം എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നി. ഞാൻ പത്തനംതിട്ട ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ അവിടുത്തെ ഒരു മാഗസിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് ആരും ഏറ്റെടുക്കാഞ്ഞതുകൊണ്ട് നിർബന്ധപൂർവ്വം ഏറ്റെടുക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. പക്ഷെ ആ സമയത്ത് അതൊരു കയ്യെഴുത്ത് മാസികയായിരുന്നു. പിന്നീട് ഞാനത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അതൊരു DTP ചെയ്ത മാസികയായിട്ട് മാറ്റി. പിന്നീട് അത് ഒരു തീം മെയിൻ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഡിഫറെൻ്റ് ആർട്ടിക്കിളൊക്കെ കളക്ട് ചെയ്ത് ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒക്കെ ആർട്ടിക്കിൾ കളക്ട് ചെയ്ത് അങ്ങനെ ഞാൻ തന്നെ ഒരു എഡിറ്റോറിയലൊക്കെ എഴുതി. പിന്നെ അതിൻ്റെ കവർ പേജൊക്കെ ഡിസൈൻ ചെയ്ത് അങ്ങനെ അതിൻ്റെ ഒരു രൂപമാറ്റം ചെയ്തു. ഇത് എനിക്ക് അതിൻ്റെ ഒരു സ്കില്ലുണ്ടോയെന്നൊന്നും ഓർത്തുണ്ടല്ല, ദൈവം തന്നൊരു പ്രേരണ അനുസരിച്ച് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ആ മാസിക ജോർജ് ക്വസ്റ്റ്യൻ്റെ എത്തിയപ്പോൾ അദ്ദേഹം നോക്കിയപ്പം ഒരു മാസികയുടെ പബ്ലിഷിങ്ങിന് വേണ്ട എല്ലാ ഘടകങ്ങളും അതിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കവർ ഡിസൈൻ്റെ രീതി, അതിൻ്റെ കണ്ടന്റ് പേജ്, അതിൻ്റെ എഡിറ്റോറിയൽ, ബാക്കി ആർട്ടിക്കിൾ, ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായതാണ്, ഏതായാലും ജിബുവിനെ വിളിച്ച് ചെറിയൊരു പരിശീലനം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു GLSൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ പ്രയോജനപ്പെടും എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ബോധ്യമായിരുന്നു. ഞാനത് കേട്ടപ്പോൾ വളരെ അതിശയിച്ചു. കാരണം ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ, എനിക്ക് എന്നെ ജോലിക്ക് പോകണം എന്നുള്ളതാണെങ്കിൽ സുവിശേഷ സംബന്ധമായ ഒരു ജോലിയിലേക്ക് വിടാമെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് അതിനുവേണ്ടി പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നുമില്ല. പക്ഷെ ദൈവം തന്നെ ജോർജ് ക്വസ്റ്റ്യൻ്റെ മനസ്സിൽ അത് തോന്നിപ്പിക്കുകയും എന്നെ വിളിക്കുകയും അങ്ങനെ 10 വർഷങ്ങൾ GLSൽ പ്രവർത്തിക്കാനായിട്ട് ഇടവന്നു. അതെൻ്റെ ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടമായിരുന്നു. പല നിലകളിൽ അതൊരു പരിശീലനമായിരുന്നു. ബാലസാഹിത്യം, അതുപോലെ നമ്മൾ ഗോസ്പൽ പുസ്തകങ്ങളുടെ എഡിറ്റിങ്, ലേഔട്ട്, ഡിസൈനിങ്, ഓഡിയോ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, അതുപോലെ പാട്ടുകളുടെ കാര്യം, ഓഡിയോ പ്രൊഡക്ഷൻ, വീഡിയോ, അങ്ങനത്തെ എല്ലാ മാധ്യമ രംഗങ്ങളിലുമുള്ള ഒരു പരിശീലന കാലഘട്ടമായിരുന്നു ഈ GLSൻ്റെ 10 വർഷങ്ങൾ. കർത്തദാസൻ ഫിലിപ്പ് ആൻഡ്രൂസ്, ജോയ് ജോൺ, സാംസൺ കോട്ടൂർ ഇവരൊക്കെ GLSൽ പ്രവർത്തിച്ച നിരവധി വ്യത്യസ്ത ശുശ്രൂഷകൾ സാഹിത്യ രംഗത്തും സംഗീത മേഖലയിലും ഓഡിയോ രംഗത്തൊക്കെ ചെയ്ത ആ കാലഘട്ടമായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ GLSൻ്റെ വസന്തകാലം എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ അത്രത്തോളം സജീവമല്ല എന്ന് തോന്നുന്നു. എങ്കിലും ആ കാലഘട്ടങ്ങളിൽ നിരവധി ബാലജന ഗീതങ്ങൾ എഴുതുവാനും മറ്റു തരത്തിലുള്ള ഗാനങ്ങൾ എഴുതുവാനും ദൈവം കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു അന്വേഷണം നടത്തി. നമ്മുടെ ഇടയിൽ ഏറ്റവും അധികം ബാലജന ഗീതങ്ങൾ എഴുതിയ SBS, VBS ഗാനങ്ങൾ എഴുതിയ ഒരു 3 പേരെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അതിൽ 1-ാം സ്ഥാനത്ത് കർത്താവിൽ ആദരണീയനായ ബാബു തോമസ് അങ്കമാലിയാണ്. 300-ലധികം ഗാനങ്ങൾ കുട്ടികൾക്കായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2-ാം സ്ഥാനത്ത് കർത്താവിൽ പ്രിയ ഫിലിപ്പ് ആൻഡ്രൂസ് ആണ്. 100-ലധികം ഗാനങ്ങൾ അദ്ദേഹം കുട്ടികൾക്കായിട്ട് എഴുതിയിട്ടുണ്ട്. ക്രൈസ്തവ കുട്ടികളുടെ ഗാനങ്ങളുടെ തന്നെ ട്രെൻഡ് തന്നെ മാറ്റിയ ഒരു വളരെ പ്രസിദ്ധമായ ഗാനമാണ് കൊക്കരക്കോ കുക്കക്കോഴി അഞ്ചരക്ക് നീട്ടിക്കൂവി. മലയാളവും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്ത് കുട്ടികൾ സംസാരിക്കുന്ന ഭാഷയിലേക്ക് അവരുടെ ഹൃദയത്തിൽ വളരെ പെട്ടെന്ന് പതിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളെ സമ്മിശ്രമായ ഭാഷയിലൂടെ അവതരിപ്പിച്ച നിരവധി ഗാനങ്ങൾ കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് ആൻഡ്രൂസിന് ഇന്നും സഭാഭേദമന്യേ തലമുറകൾ പാടുന്ന നിരവധി ഗാനങ്ങൾ കർത്താവിന്റെ ദാസനുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും പ്രായഭേദമന്യേ പാടുവാൻ കഴിയുന്ന നിരവധി ഗാനങ്ങളും കർത്താവിന്റെ ദാസൻ ക്രൈസ്തവ കേരളത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. അതിലെ വളരെ ജീവിതഗന്ധിയായ അദ്ദേഹത്തിന്റെ വളരെ ഹൃദയസ്പർശിയായ തന്റെ ഗാനങ്ങളിൽ താൻ നെഞ്ചോട് ചേർക്കുന്നതിൽ ഏറ്റവും കൂടുതലായി അടക്കിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കുന്ന ഒരു ഗാനമാണ് നിന്റെ മഹത്വമാണ് ഏകലക്ഷ്യം എൻ്റെ യേശുവേ, നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഞാൻ അർപ്പണം ചെയ്യുന്നു, നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. ആ പാട്ട് ലോകമെമ്പാടുമുള്ള ദൈവജനം വളരെ നെഞ്ചിലേറ്റിയ, നമ്മുടെയൊക്കെ സ്വയപ്രശംസയ്ക്കും ആത്മീക അഹങ്കാരത്തിനുമൊക്കെയുള്ള നമുക്ക് സ്വയം ചികിത്സിക്കാനുള്ള ഒരു മരുന്നു കൂടിയാണ് ആ ഗാനം. ആ പ്രസിദ്ധമായ ഗാനം ഇപ്പോൾ നമുക്ക് കേൾക്കാം. നിരവധി വേദികളിൽ കർത്താവിന്റെ ദാസൻ ആ ഗാനത്തിന്റെ പിന്നിലുള്ള രചനയുടെ ഈറ്റുനോവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഈറ്റുനോവ് വീണ്ടും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ഗാനം നമ്മൾക്ക് കേൾക്കാം. കർത്താവിൽ പ്രിയങ്കരനായ പ്രിയ ലിജോ മാത്യു ജോർജ്, അദ്ദേഹം കാനഡയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. നിന്റെ മഹത്വമാണ് ഏകലക്ഷ്യം എന്ന ഗാനത്തിനായി നമുക്ക് കാതോർക്കാം. ഇപ്പോൾ പ്രിയ സഹോദരൻ ലിജോ മാത്യു ജോർജ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരു പാട്ട് എൻ്റെ ജീവിതത്തിലും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്.
ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വിവാഹത്തിന് പോലും ഞാൻ ഈ പാട്ട് പാടിയതായിട്ട് ഓർക്കുന്നുണ്ട്. അതെൻ്റെ ജീവിതത്തിൻ്റെ എന്നെ പല സമയങ്ങളിലും അത് സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടും അതിൻ്റെ പശ്ചാത്തലം എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും നിഗളിച്ചു പോകാൻ സാധ്യതയുള്ള സമയത്ത് പോലും ഈ പാട്ടിൻ്റെ ചില വരികൾ ഓർമ്മയിലേക്ക് വരികയും ദൈവസന്നിധിയിൽ താഴേണ്ട ആവശ്യം എന്നെ തന്നെ ഓർമ്മിപ്പിക്കാനായിട്ടും നിൻ്റെ മഹത്വമാണ് ഏക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ എന്ന് പറയുവാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ വരികൾ നമ്മളെ എല്ലാവരെയും ആ രീതിയിൽ സ്വാധീനിക്കാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പാട്ട് പാടുകയാണ്. ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ, നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴകുറയായി ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴകുറയായി ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. സ്വയമുയർത്താൻ പേരു വളർത്താൻ ജഡമേറെ കൊതിക്കുമ്പോൾ, മന്നിൻ മാനം നേടുവാനായി മനസ്സാകെ വെമ്പുമ്പോൾ, കുരിശോളം താണദേവാ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും. കുരിശോളം താണദേവാ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും. നിന്റെ മഹത്വമാണേക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ, നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. ഏഴകുറയായി ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴകുറയായി ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. ഒന്നു മാത്രമാണെൻ്റെ ആശ, നിന്നെ പോലെ ഞാനാകണം. മണ്ണിൽ എനിക്കുള്ള ആയുസ്സെല്ലാം തിരുഹിതത്തിൽ പുലരണം. നിന്റെ ഭാവം നിന്റെ രൂപം എന്നിലെന്നെന്നും നിറയണം.
എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴകുറയായി ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴകുറയായി ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. താങ്ക് യു ലിജ ബ്രദർ. താങ്കളുടെ വിലയേറിയ സമയവും ശബ്ദവും ഈ പ്രോഗ്രാമിന് നൽകിയതിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞാൻ വളരെ കാതു കൂർപ്പിക്കുകയായിരുന്നു സഹോദരന്റെ ശബ്ദം കേട്ടപ്പോൾ. കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസിന്റെ ഈ ഗാനം സഹോദരന് വളരെ പ്രിയകരമായ ഒരു ഗാനമാണ്. എന്നാൽ ഈ പാട്ടിൽ എവിടെയൊക്കെയോ എന്റെ മാത്രം തോന്നലാണോ എന്നറിയില്ല, ഒരു ഫിലിപ്പ് കെ ആൻഡ്രൂസ് ശൈലിയും ശബ്ദവും കടന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയത്. എന്റെ മാത്രം തോന്നലാണോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ആ ഗാനം സഹോദരൻ അത്രത്തോളം സ്വാധീനിച്ചതും കർത്താവിന്റെ ദാസനിൽ നിന്ന് ധാരാളം തവണ പാടി കേട്ടതുകൊണ്ടും ആ ഗാനത്തോടുള്ള അത്രത്തോളമുള്ള ആത്മാർത്ഥമായ സമർപ്പണവും ആകാം. ഏതായാലും ദൈവം ധാരാളമായിട്ട് കർത്താവിന് വേണ്ടി ഇനിയും പാടുവാൻ പ്രിയ ലിജ ബ്രദറിനെ സഹായിക്കട്ടെ. മറ്റു പല ഗാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ ഇങ്ങനെ ഒരുമിച്ചൊരു ശുശ്രൂഷ ചെയ്യാൻ ഇടയാക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്ക് അതിനോട് ബന്ധപ്പെട്ട് പറയാനുള്ള എൻ്റെ ഒരു ആത്മീയ ഗുരുവും എൻ്റെ ജീവിതത്തിലെ പല സമയങ്ങളിലും എന്നെ കൈപിടിച്ച് നടത്തിയിട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനും കൂടെയാണ് ഫിലിപ്പ് കെ ആൻഡ്രൂസ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്നിൽ ഒത്തിരി ഉണ്ട്. നന്ദിയോടുകൂടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് താങ്ക് യു സോ മച്ച്. വീണ്ടും കർത്തദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസിലേക്ക്. ഫിലിപ്പ് ബ്രദർ ജീവിതത്തിൽ ചെറുപ്പം മുതൽ തന്നെ ജീവിതത്തിന്റെ ഓരോരോ രംഗങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതം ജീവിതത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കാത്തിരുന്നിട്ടുള്ള വ്യക്തിയാണ്. ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ദൈവം കൃത്യമായി ദൈവഹിതം വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വിവാഹത്തിലേക്കുള്ള ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. വിവാഹത്തിൽ എങ്ങനെയാണ് പ്രിയ ഫിലിപ്പ് ബ്രദർ ദൈവഹിതം കണ്ടെത്തിയത്? എന്നായിരുന്നു നിങ്ങളുടെ വിവാഹം? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം എത്ര മക്കളെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്? ആ മക്കൾ എന്ത് ചെയ്യുന്നു? അവരുടെ പേരെന്തൊക്കെയാ? ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും. ആദ്യമായിട്ട് ലിജോയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പാട്ട് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അത് എന്നോട് തന്നെ ഉള്ള ഒരു കുത്തലായിട്ട് ഞാൻ എടുക്കാറുണ്ട്. ലിജോ യഥാർത്ഥത്തിൽ എൻ്റെ അനുജനാണെന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ മോനാണ്. മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി വർഷങ്ങളിൽ സംഗീത ശുശ്രൂഷ ചെയ്യുവാനും നാട്ടിൽ വെച്ച് ഇടയായിട്ടുണ്ട്. ഇപ്പോഴും ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. ലിജോയുടെ ജീവിതവും ശുശ്രൂഷകളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിവാഹം 2000 ജനുവരി 1 നടന്നത്. എൻ്റെ വൈഫിൻ്റെ പേര് ഷെറിൻ എന്നാണ്, മിനി എന്നാണ് വിളിക്കുന്നത്. പുതുപ്പള്ളിയിൽ തന്നെയാണ് മിനിയുടെ വീടും. ഞാൻ എൻ്റെ ഒരു 20 വയസ്സായപ്പോൾ മുതൽ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, കർത്താവേ, എനിക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തിയെ തന്നെ ജീവിത പങ്കാളിയായിട്ട് കാണിച്ചു തരണം. അപ്പോൾ ഞാനതിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനിങ്ങനെ സംഗീത ശുശ്രൂഷകൾ മുതൽ പല സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. അപ്പം ഒരു 25 വയസ്സൊക്കെ ആയപ്പം തൊട്ട് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പം പല ആലോചനകളും ആളുകൾ കൊണ്ടുവരും. അപ്പം ഞാൻ കർത്താവിനോട് പറയുന്ന, കർത്താവേ, ഒത്തിരി ആലോചനകളൊക്കെ വരും, പക്ഷേ ഞാൻ അതിനോടൊന്നും പ്രതികരിക്കത്തില്ല. എന്നാൽ നീ ഒരു സെക്കൻഡ് പുഷായിട്ട് തരുന്ന ഒരു ആലോചനയെ ഞാൻ അതിനെ ഗൗരവമായിട്ട് എടുക്കും. അങ്ങനെ ഞാൻ 25 വയസ്സ് മുതൽ എനിക്ക് 8-9 ആലോചനകൾ പല ദൈവദാസന്മാരൊക്കെ കാണിച്ചു തന്നു. ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറുകയല്ലാതെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആരാണ്, എന്താണ്, എവിടെയാണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, അങ്ങനെയൊന്നും തിരക്കാനായിട്ട് പോയിട്ടില്ല. അതിനുശേഷമാണ് മിനിയുടെ ആലോചന വരുന്നത്. അത് മിനിയുടെ പപ്പ എൻ്റെ സിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു താല്പര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ സഭയിൽ ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് പപ്പായ്ക്ക് അങ്ങനെ ഒരു എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രേരണ തോന്നിയതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ സിസ്റ്ററിനോട് അങ്ങനെ ചോദിച്ചു, തങ്ങളുടെ ബ്രദറിനെ ഇങ്ങനെ ഒരു കല്യാണാലോചന വന്നാൽ എങ്ങനെയുണ്ട് എന്നുള്ള നിലയിൽ. ഒരു സഭയായതുകൊണ്ട് പപ്പായ്ക്കും അങ്ങനെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ പറയാനൊരു മടിയുണ്ടായിരുന്നു. അപ്പം എൻ്റെ ചേച്ചിക്കും ആ കാര്യത്തിൽ കേട്ടപ്പോൾ
ആദ്യം ചിരിയാണ് വന്നത്, കാരണം ഒരു സഭയിലുള്ള ആളുകളല്ലേ, അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള നിലയിൽ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ദൈവഹിതമാണെങ്കിൽ നമുക്ക് എന്താന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉഴപ്പി ഒരു മറുപടിയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് വിട്ടു. അതിനുശേഷം ഞാൻ ആ സമയത്ത് യൂത്ത് ചലഞ്ച് എന്ന് പറഞ്ഞൊരു മാഗസിൻ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിന് വേണ്ടി കോട്ടയത്ത് ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ ഒരു തമാശയുണ്ട്, കേൾക്കുമ്പോൾ ചിരിക്കാൻ റെഡി ആയിക്കോളാനൊക്കെ പറഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് എന്നോട് ആ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു കല്യാണാലോചന വന്നു. ഞാൻ ചോദിച്ചു അതെവിടുന്നാ? അത് നമ്മുടെ സഭയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സഭയിൽ നിന്നാരാ? അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. അപ്പം ഞാനും ആ കാര്യത്തിൽ പെട്ടെന്ന് എൻ്റെ അത് ഇമ്പോസിബിൾ ആണോ എന്നുള്ള നിലയിലൊരു ചിരിയൊക്കെ വന്നു. അപ്പം ഞാൻ ആ കാര്യം പറഞ്ഞു, നമുക്ക് ആ കാര്യം പ്രാർത്ഥിക്കാം. അപ്പോൾ അതൊരു സീരിയസ് ആയിട്ട് അന്നേരം എടുക്കുന്നില്ല. എന്നാൽ ഞാൻ അപ്പോൾ അതിനുശേഷം 1-2 ആഴ്ച കഴിഞ്ഞ് വിനയുടെ പപ്പ ചേച്ചിയെ വിളിച്ച് വീണ്ടും ചോദിച്ചു, ഞാൻ ആ കാര്യം പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥനയോടെ കൈകാര്യം ചെയ്തോ? അന്നേരമാണ് അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എന്നുള്ള ഒരു ബോധ്യം ചേച്ചിക്കും ഉണ്ടാകുന്നത്. അപ്പം ഞാൻ എന്നോട് സംസാരിക്കത്തൊക്കെ ഫോൺ കൊടുക്കാന്നൊക്കെ പറഞ്ഞ്, അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്നായതുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആയിട്ടില്ല, ഒരു 3 മാസം എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും അതെടുത്തു, കാരണം ദൈവഹിത പ്രകാരം തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കാൻ സമയം തന്നു. ഞാൻ വളരെ ഒന്നാമത് ഒരു സഭയെന്ന് കൂടി ആയതുകൊണ്ട് വളരെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവഹിതമല്ലെങ്കിൽ ഇത് പ്രൊസീഡ് ചെയ്യപ്പെടാൻ ഇടയാകരുത് എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു, വളരെയധികം ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം എനിക്ക് 4 വ്യത്യസ്ത ബോധ്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ തന്നു. അപ്പം ഞാൻ ഒരു കണ്ടീഷണൽ പ്രയർ പോലെ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ദൈവം അത് ബോധ്യങ്ങൾ തന്നു. പിന്നെ മിനിയുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരു സാഹചര്യം വന്നു. കാരണം ഞാൻ അങ്ങനെ അപ്പം അത് ഈ 3 മാസങ്ങൾക്ക് ശേഷമാണ്. 3 മാസങ്ങൾക്ക് ശേഷം പപ്പ എന്നെയും വിളിച്ചു, പ്രാർത്ഥിച്ചു, ഉത്തരം പറഞ്ഞു, എന്താണ് മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നെഗറ്റീവായിട്ടൊന്നും ദൈവം കാണിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് ഇനി സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം അങ്ങനെ അടുത്ത ആഴ്ച മിനിയുമായിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം 2 കുടുംബങ്ങളോട് ഒരുക്കി തന്നു. അപ്പോൾ അതുവരെ ഞാനത് പറയുന്നോടം വരെ മിനിയോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല. അന്ന് തലേദിവസമാണ് പറയുന്നത് ഇങ്ങനെ ഒരു ആലോചന വരുന്നുണ്ട്. അപ്പോൾ മിനിയും അപ്പോടെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടറായി, കാരണം അങ്ങനെ ഒരു സഭയിൽ നിന്ന് ഒരു ആലോചന എന്നുള്ളത് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പം നാളെ നമുക്ക് സംസാരിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മിനിയുടെ മനസ്സിലും എന്നെപ്പറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കാനൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച ഏക ചോദ്യം ഇതാണ്, ഞാൻ ഇപ്പം GLS-ൽ എഡിറ്റോറിയലായിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോൾ ദൈവം നിയോഗം തന്നാലും പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ചിലപ്പോൾ അത് കഠിനമായ ചില മേഖലകളിലായിരിക്കും അയക്കുന്നത്, ദൈവം എവിടെയാണ് നിയോഗിക്കുന്നത് അറിയത്തില്ല. അപ്പം അങ്ങനെ വന്നാൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ, അല്ലെ മനസ്സൊരുക്കമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ മനസ്സിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കണം എന്നുള്ള താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ മിനിയെപ്പറ്റി എനിക്കറിയാം, കാരണം ഒരു സഭയിലുള്ളതായതുകൊണ്ട് ചർച്ചിലെ സൺഡേ സ്കൂളിൽ ആക്റ്റീവാണ്. ബാലസംഘത്തിൻ്റെ ക്യാമ്പുകളിൽ കുട്ടികളെ കൊണ്ടുപോകാനോ അവരെ പരിശീലിപ്പിക്കാനൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു സഹോദരിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട കാര്യമോ സ്നാനപ്പെട്ട കാര്യമോ ആത്മീയ നിലവാരത്തെക്കുറിച്ചൊന്നും എനിക്ക് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ ഈ ഒരു ബോധ്യത്തെപ്പറ്റി എനിക്ക് ചോദിക്കണമായിരുന്നു. അത് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചും പോസിറ്റീവായിട്ടുള്ള മറുപടി കേൾക്കുവാനിടയായി. അങ്ങനെ അതിനുശേഷം മാത്രമല്ല, ഞാൻ പത്തനംതിട്ട ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ വിവാഹത്തെ പറ്റിയുള്ള ദൈവം കാണിച്ചു തരുന്ന ബോധ്യങ്ങളെപ്പറ്റി ഞാൻ എഴുതി വെക്കുമായിരുന്നു. അപ്പം അതിൽ എല്ലാ ബോധ്യങ്ങളും ഒരുപോലെ അതിൻ്റെ കല്യാണത്തിൻ്റെ സമയം, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ദൈവികമായിട്ടുള്ള ബോധ്യങ്ങൾ, അങ്ങനെയൊക്കെ ഞാൻ എഴുതി വെച്ച ബുക്ക് എപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയം തോന്നിയില്ല. അപ്പം അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു. ഇപ്പോൾ 24 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും അതേപോലെ തന്നെ അതേ ബോധ്യത്തിൽ അത് ദൈവഹിതമായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നു. ഇന്ന് എൻ്റെ ശുശ്രൂഷകളുടെ എല്ലാം പിന്നിൽ മിനിയുടെ പ്രാർത്ഥനയും കരുതലും ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് കഴിയുകയില്ല. അത്രമാത്രം താങ്ങായിട്ട് തണലായിട്ട് ദൈവം പ്രിയ സഹോദരി എനിക്ക് എൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു.
ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം തന്നു. മൂത്ത മകൻ ജോണത്തൻ, അവൻ ഡിഗ്രി 3rd ഇയർ ആണ്, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. ജെനിഫർ മോള്, അവള് 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയൊരു മോനുണ്ട്, അവൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നു. പപ്പായും മമ്മിയും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ കാലഘട്ടത്തിലെ യുവതലമുറ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിച്ചത്. വിവാഹ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിലുള്ള ദൈവഹിതം എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് തന്റെ ജീവിതാനുഭവത്തിലൂടെ ദൈവം മുമ്പാകെ താൻ അവതരിപ്പിച്ച കാര്യങ്ങളിലൂടെ ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങളിലൂടെ അദ്ദേഹം നമ്മോട് പങ്കുവച്ചു. ദൈവത്തിന്റെ സ്തോത്രം. 24 വർഷമായി ആ കുടുംബജീവിതം വളരെ ധന്യമായി മുന്നോട്ട് പോകുന്നതിൽ ദൈവഹിതത്തിന്റെ എല്ലാവിധമായ അനുഭൂതികളും നുകർന്നുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞത് എപ്പോഴാ? ഈ കാര്യത്തിലും ദൈവഹിതം സഹോദരൻ എങ്ങനെയാ ബോധ്യപ്പെട്ടത്? ഞാൻ 10 വർഷത്തെ GLS ശുശ്രൂഷകൾക്ക് ശേഷം ഞാൻ GLS നിന്ന് പുറത്തിറങ്ങുന്നത് മറ്റൊരു ക്രിസ്ത്യൻ പബ്ലിഷിംഗ് കമ്പനിയിൽ അത് പുതുതായിട്ട് തുടങ്ങുന്നതാണ്. അതിൻ്റെ ചുമതല ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആലോചനയുമായിട്ടാണ്. അവരുമായിട്ട് ഒരു ടോക്കൊക്കെ നടന്നു. ഞാനൊരു പ്രോജക്റ്റൊക്കെ അവർക്ക് കൊടുത്തു. ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, ഞാൻ 10 വർഷം ഈ ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്തു. ഇനിയും ദൈവം എന്നെ പൂർണ്ണസമയമായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണിരുന്നത്. ഒരിക്കൽ ഞാനിങ്ങനെ ഞങ്ങളുടെ പുതുപ്പള്ളി അസംബ്ലിയിൽ ഇങ്ങനെ ബാക്കിൽ ഇരിക്കുമ്പം എൻ്റെ മനസ്സിലൊരു വാക്യം തെളിഞ്ഞു വന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് അന്ത്യോക്യ സഭയോട് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു വാക്യം. അപ്പം ഞാനിങ്ങനെ ഒരു കൗതുകമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ഞാൻ പറയാതെ പരിശുദ്ധാത്മാവ് പുതുപ്പള്ളി സഭയ്ക്ക് ബോധ്യപ്പെടുത്തിയാൽ അതെൻ്റെ വിളിയായിട്ട് ഞാൻ കാണും എന്ന് ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവിടെ ഇരുന്നുണ്ട്. അത് ദൈവം അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം ഞാനൊരു ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒരു ഫ്രണ്ട്ലി പ്രയറായിട്ട് അങ്ങ് പ്രാർത്ഥിച്ച. പക്ഷേ പുതുപ്പള്ളി സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടെ അന്ന് മംസക്കറി അപ്പച്ചനുണ്ട്, ജോൺ ഗ്രനങ്കിളുണ്ട്, സജീവ് വർഗീസ് ഉണ്ട്, ജോൺ സെബാസ്റ്റ്യൻ ഉണ്ട്, തോമസ് നേനാനുണ്ട്, അതുപോലെ എബ്രഹാം ജേക്കബ് ഉണ്ട്. അങ്ങനെ ഒത്തിരി സുവിശേഷന്മാർ ഉള്ള കാലഘട്ടമാണ്. മാത്രമല്ല പുറത്തു പോയി പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പം അതിനോട് കൂടെ ഒരാളുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരണം എന്ന് പറയാനായിട്ട് പുതുപ്പള്ളി സഭയ്ക്ക് തോന്നാനായിട്ടോ എൽഡേഴ്സിന് തോന്നാനോ യാതൊരു സാധ്യതയുമില്ല. അപ്പം ഞാൻ GLS നിന്ന് ഇറങ്ങി ഇങ്ങനെ ആദ്യത്തെ ഒരു വർഷക്കാലം ഇങ്ങനെ പുതുപ്പള്ളി സഭയോട് ചേർന്ന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾ, ഹൗസ് വിസിറ്റിങ്, സൺഡേ സ്കൂൾ, യൂത്ത് മീറ്റിംഗ്, അതുപോലെ ചെറിയ ചെറിയ കൺവെൻഷനുകൾ, ബൈബിൾ ക്ലാസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ ഒരു ഡീക്കൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ശുശ്രൂഷന്മാരുടെ യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നുകൊണ്ട് എന്നെയും ശുശ്രൂഷകനായിട്ട് സഭ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ യോഗത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യാതൊരു മുൻ അറിവുമില്ലാതെ ഒരു സഹോദരൻ എഴുന്നേറ്റ്, അവിടുത്തെ അന്നത്തെ യോഗത്തിൻ്റെ അജണ്ടയിലേ ഇല്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹം ശുശ്രൂഷന്മാർ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്നെ ജിബു എന്നാണ് വിളിക്കുന്നത്, ജിബുവിനെയും നമ്മുടെ സഭയുടെ സുവിശേഷകനായിട്ട് നമുക്ക് അംഗീകരിക്കണം എന്ന് എഴുന്നേറ്റ് പറഞ്ഞു. അദ്ദേഹം ഇതിൻ്റെ അടുത്ത് ഞാനിരിപ്പുണ്ട്. പുള്ളി എന്നോടൊന്നും ചോദിച്ചില്ല, അതിന് മുമ്പും ചോദിച്ചില്ല, ഇങ്ങനെ വിളിയുണ്ടോ, ദൈവം നിയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെ പ്രാർത്ഥനയുണ്ടോ, ഒന്നും ചോദിച്ചില്ല. പുള്ളിക്കാരൻ റാൻഡംലി എഴുന്നേറ്റ് അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ആകപ്പാടെ വണ്ടറായി, അത് ഭയങ്കര ഒരു പ്രസ്താവനയായി പോയല്ലോ എന്ന് ചിന്തിച്ചു. അപ്പം മൂപ്പന്മാരുടെ പ്രതികരണം അടുത്ത് വരാനുണ്ട്. അപ്പം മൂപ്പന്മാർ ഫ്രണ്ടിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ആദ്യമേ അവർ ന്യായമായിട്ട് ചോദിക്കുന്നത്, ജിബു അങ്ങനെ ഒരു ബോധ്യം ജിബുവിനുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നിയോഗം ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവരതൊന്നും ചോദിച്ചില്ല. അവർ യാതൊരു എന്താ പറഞ്ഞാൽ തിരിച്ചുള്ള മറുചോദ്യങ്ങളും ഇല്ലാതെ അവർ പറഞ്ഞു, ശരിയാണ്, നമുക്ക് ജിബുവിനെയും കൂടെ പുതുപ്പള്ളി സഭയിൽ സുവിശേഷകനായിട്ട് അംഗീകരിക്കണം എന്ന് മറുപടി പറഞ്ഞ് പ്രമേയം പാസ്സാക്കി. എന്നോടൊന്നും ചോദിച്ചില്ല, ഞാൻ മറുപടിയും പറഞ്ഞില്ല. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാൻ കഴിഞ്ഞ ആഴ്ച സഭയുടെ വായ്ക്കലിരുന്ന് കർത്താവിനോട് ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞൊരു ചെറിയ കാര്യമാണ്. കർത്താവ് അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ട് കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ഈ സഹോദരന്മാരെ ബോധ്യപ്പെടുത്തി അത് പറയുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പോൾ അതെനിക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു
ബോധ്യമായിരുന്നു കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. അങ്ങനെയാണ് ആ കാര്യത്തിൽ എനിക്ക് ദൈവവേലയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായത്. നമ്മുടെ ഇതുവരെയുള്ള സംസാരത്തിൽ പലതവണ അല്ലെങ്കിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട് നമ്മൾ സംസാരിച്ച പദമാണ് ദൈവഹിതം എന്നൊരു പദം. എന്താണ് യഥാർത്ഥത്തിൽ ദൈവഹിതവും മനുഷ്യഹിതവും തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള വ്യത്യാസം? കാരണം ദൈവഹിതം എന്ന പദം ഈ കാലഘട്ടങ്ങളിൽ ഒരു അലങ്കാര പദമായിട്ട്, വെറും പുറമോടിക്ക് വേണ്ടി മാത്രമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ മനുഷ്യരാണ്, മാനുഷികമായ ഹിതം നമുക്കുണ്ട്. എന്നാൽ ആത്യന്തികമായി ദൈവഹിതം നിറവേറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പലരും ദൈവഹിതം കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നു. ദൈവഹിതത്തെ നിർവചിക്കുന്ന കാര്യത്തിൽ പലരും പരാജയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും ജീവിതാനുഭവങ്ങളിലൂടെ ദൈവവചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നും ജീവിതാനുഭവത്തിൽ നിന്നും യഥാർത്ഥത്തിൽ എന്താണ് ദൈവഹിതവും മാനുഷ്യഹിതവും തമ്മിലുള്ള വ്യത്യാസം? ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാം? സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു പേപ്പറിൽ കുറേ ലിസ്റ്റ് എഴുതിയിട്ട് കർത്താവെ ഒന്ന് ഒപ്പിട്ട് തരണേ എന്ന് പറയുന്ന പ്രാർത്ഥന. അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് കർത്താവെ നീ അപ്രൂവ് ചെയ്തേക്കണം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവഹിതം എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലാങ്ക് പേപ്പർ കർത്താവിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക. കർത്താവെ നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാം, നീ നല്ലതേ പറയത്തുള്ളൂ, നീ എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നന്മയുള്ളതാണ്. നമുക്ക് റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം അറിയാം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചൊരു പെർഫെക്റ്റ് വില്ലുണ്ട്. അപ്പം നമ്മളൊരു വെള്ള പേപ്പർ ഒപ്പിട്ടം കൊടുത്തിട്ട് കർത്താവ് എന്ത് എഴുതിയാലും ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് നമ്മൾ ദൈവഹിതം കണ്ടെത്തുവാൻ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അവിടെ ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. അവിടെ ദീർഘക്ഷമയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. എല്ലാവരോടും നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ ദൈവഹിതം എന്താണെന്ന് ചോദിക്കാതെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെല്ലാവരോടും സമാധാനമായിരിക്കണം, എപ്പോഴും ക്ഷമിക്കണം. ഞാൻ ക്ഷമിക്കണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ നന്മ ചെയ്യണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ സന്തോഷിക്കണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ പ്രാർത്ഥിക്കണോ എന്ന് ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം ഉണ്ട്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഓരോ ടേണിംഗ് പോയിന്റിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോകേണ്ട വഴി എന്താണെന്ന് കാണിച്ചു തരണം. നമ്മൾ സങ്കീർത്തനം 32-ലാണെന്ന് തോന്നുന്നു, യഹോഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും എന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, കർത്താവേ എനിക്ക് ഒത്തിരി ഓപ്ഷൻ എൻ്റെ മുമ്പിലുണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല ഏതാ ശരിയായ ഓപ്ഷൻ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് തരണം എന്ന് പറയാനായിട്ട് നമുക്കിടയാമെന്നാണ് ദൈവഹിതം ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ഓരോ ദിവസങ്ങളിൽ അനുദിന ജീവിതത്തിൽ നമ്മളെപ്പോഴും ദൈവഹിതം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് വലിയ ടേണിംഗ് പോയിന്റ്സിൽ ദൈവഹിതം കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കുന്നു. പക്ഷേ സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ ഏത് വിഷയം എടുക്കണം, അന്നേരം നമുക്കൊരു അങ്കലാപ്പ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ആരെ കല്യാണം കഴിക്കണം, ഏത് ജോലിക്ക് പോകണം, എവിടെ വീട് വെക്കണം, മക്കളെ എവിടെ കല്യാണം കഴിച്ചു കൊടുക്കണം, ഇങ്ങനെയുള്ള മെയിൻ പോയിന്റുകളിൽ മാത്രം നമ്മൾ ദൈവഹിതം അന്വേഷിക്കുമ്പോൾ നമുക്ക് ഒരു പതർച്ച ഉണ്ടാകും. അതാണ് ശരിയെന്ന്. പക്ഷേ നമ്മൾ അനുദിന ജീവിതത്തിൽ എപ്പോഴും കർത്താവെ നിന്റെ ഇൻ ട്യൂൺ വിത്ത് ദ ലോർഡ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ടേണിംഗ് പോയിന്റ്സിൽ ദൈവഹിതം കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ ദൈവഹിതം കണ്ടെത്തുന്നവർക്ക് ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ വലിയ കാര്യങ്ങളിൽ ദൈവഹിതം കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കുമെന്നാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. എന്നാൽ ചെറിയ കാര്യങ്ങളിൽ ദൈവഹിതം അന്വേഷിക്കാത്തവർ വലിയ ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവഹിതം അന്വേഷിക്കാൻ പോകുമ്പോൾ പലപ്പോഴും വ്യക്തമായ ഉത്തരത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയാതെ വരുമെന്നുള്ള ഒരു അപകടകരമായ സൂചനയും കർത്താവിന്റെ ദാസൻ നൽകി. ഈ ദൈവഹിതത്തിന്റെ ഒരു എപ്പിസോഡ്, അതിന്റെ ഒരു വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരൻ നിരവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്, സംഗീതം പകർന്നിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. നിന്നോടുള്ള എൻ സ്നേഹം എന്ന് തുടങ്ങുന്ന ഒരു ആരാധന ഗാനം സഹോദരൻ എഴുതിയിട്ടുണ്ടല്ലോ. ആ ഗാനത്തിന്റെ രചനയുടെ പിന്നിലുള്ള പശ്ചാത്തലം എന്ന് പറയാമോ? എന്നിട്ട് ആ പാട്ടിന്റെ ചില വരികൾ ആലപിക്കുകയും കൂടി ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം.
ഞാൻ അമേരിക്കയിൽ വന്നു കഴിഞ്ഞിട്ട് അമേരിക്കയിൽ വരുന്നതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നീട് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, കർത്താവേ, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷകളിൽ എനിക്ക് കുറച്ചുകൂടെ പരിശീലനം ലഭിക്കാനൊരു സാധ്യത ഉണ്ടാകണം. അപ്പം ഞാൻ GLS-ലായിരുന്നപ്പോൾ മീഡിയ മിനിസ്ട്രി ഒത്തിരി ചെയ്തതുകൊണ്ട് മീഡിയയിലൂടെ ലോകത്തെ റീച്ച് ഔട്ട് ചെയ്യുന്ന, സുവിശേഷത്തിന് വേണ്ടി റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഒത്തിരി സാധ്യതയുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ പല സ്ഥലത്ത് അന്വേഷിച്ചപ്പം ഡാളസ് തിയോളജിക്കൽ സെമിനാറിൽ തിയോളജി ആൻഡ് മീഡിയ എന്ന് പറയുന്ന ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് എന്നിങ്ങനെ കേട്ടു. അപ്പോൾ DTS-ൽ സാധാരണ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടാത്തൊരു സ്ഥലമാണ്. ചുമ്മാ ഞാൻ ഒരു പ്രതീക്ഷയോടെ ഒരു ആപ്ലിക്കേഷൻ അങ്ങ് വിട്ടു ഓൺലൈനിൽ. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തു. നാട്ടിൽ നിന്നുള്ള പഠനത്തിൻ്റെ എല്ലാം ട്രാൻസ്ക്രിപ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചു കൊടുക്കുക, അതിനുശേഷം അവർ ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ബ്രദർ ബ്രൗണിനോട് പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് പോയതെന്ന് എനിക്ക് അയച്ചു തരണം. അപ്പോൾ അങ്ങനെ അദ്ദേഹം പോയി യൂണിവേഴ്സിറ്റിയിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് DTS-ലേക്ക് ഡയറക്റ്റ് പാക്ഡായിട്ട് ഇത് അയച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഡിഗ്രി 3 വർഷമേ ഉള്ളതുകൊണ്ട് 4 വർഷത്തെ ഡിഗ്രി വേണം മാസ്റ്റേഴ്സ് അവിടെ എടുക്കാനായിട്ട്. അപ്പോൾ പത്തനംതിട്ട ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചതുകൊണ്ട് ആ സമയത്ത് മാത്രം, ആ ഒരു വർഷം മാത്രം പത്തനംതിട്ടയിൽ AT അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് നിർത്തി. പക്ഷേ AT അക്രഡിറ്റേഷൻ DTS അംഗീകരിക്കുന്നതായതുകൊണ്ട് അവിടെ എനിക്ക് KC ജോൺസൺ സാർ അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റോടെ അയച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടായി. അങ്ങനെ അവിടെ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. ആദ്യത്തെ ക്ലാസ്സിന് ഞാൻ കടന്നു പോവുക. ഫസ്റ്റ് ക്ലാസ് തിയോളജി 101 എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ബേസിക് ക്ലാസ്സാണ്. അപ്പോൾ ഡോക്ടർ ക്രൈഡർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ആ ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞൊരു കാര്യം, തിയോളജി പഠിക്കാനായിട്ട് വന്ന പലരും തിയോളജി ഒരു ഹെഡ് നോളജായിട്ട് എടുത്തിട്ട് ദൈവത്തെ പേഴ്സണലി അറിയുന്നതിന് പകരം ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നകന്ന് പരീശന്മാരായിത്തീരുന്ന ഒത്തിരി സാധ്യതകളുണ്ട് എന്നുള്ളത് അദ്ദേഹം പല ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു. ഞാൻ ആ ക്ലാസ് കഴിഞ്ഞു. ഞാനിങ്ങനെ വാഹനം വിട്ട സ്ഥലത്തേക്ക് നടന്നു പോവുക. അപ്പം എൻ്റെ മനസ്സിൽ വലിയൊരു ഭാരം, കർത്താവേ, ഞാൻ അങ്ങേ കൂടുതൽ അനുഭവിച്ചറിയണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് പഠിക്കാൻ വന്നു. പക്ഷേ ഞാൻ അങ്ങയെക്കുറിച്ച് പഠിച്ച് തിയോളജി പഠിച്ചിട്ട് കുറിച്ചറിയുന്നതിനേക്കാൾ അങ്ങേ അറിയുവാനായിട്ട് എനിക്ക് കൃപ തരണം എന്നുള്ള ഒരു പ്രാർത്ഥന ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ വണ്ടിയെ കയറി കഴിഞ്ഞ് അതൊരു പാട്ട് പോലെ തന്നെ എൻ്റെ മനസ്സിൽ ദൈവം അത് തന്നു. അപ്പം ഞാൻ ആദ്യം എഴുതിയത്, വചനം അറിയാൻ അറിവിൽ നിറയാൻ വന്ന് പരീശനായി തീരരുതേ, നിന്നെക്കുറിച്ച് ഞാൻ അറിയുന്നതിലേറെയായി നിന്നെ അറിയുവാൻ കൃപ നൽകുകയെ എന്നാണ് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്. അതിൻ്റെ ഒരു ട്യൂണും ദൈവം തന്നു. ഞാൻ അന്നേരം ഫോണിൽ അത് പാടിയിട്ടു. അതിനുശേഷമാണ് അതിൻ്റെ പല്ലവിഭാഗം ഞാൻ എഴുതിയത്, നിന്നോടുള്ള സ്നേഹം കുറയുവാൻ ഇടവരല്ലേ, നിന്നേക്കാൾ എന്നുള്ളം വേറൊന്നിനായി വാഞ്ചിക്കല്ലേ, മമനാഥനെ പ്രിയ യേശുവേ, ജീവന്റെ ജീവൻ നീ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ കർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത് ചിലപ്പം ലോകത്തിലെ നമ്മുടെ കുടുംബ ബന്ധത്തിലെ സ്നേഹമായിരിക്കും. അല്ലെങ്കിൽ അപ്പം ഞാനിങ്ങനെ എഴുതി, ലോകേ സ്വന്തമായുള്ളവർ ബന്ധം നൽകുന്ന ഊഷ്മള സ്നേഹമതിൽ നിന്നേക്കാൾ ഏറെയായി ആരെയും സ്നേഹിക്കാൻ എൻ മനം വെമ്പൽ കൊള്ളരുത്. അപ്പം അങ്ങനെയാണ് പാട്ട് പൂർത്തീകരിക്കപ്പെടുവാനിടയായത്. എന്നാൽ ഒത്തിരി വർഷങ്ങളായിട്ട് ആ പാട്ടൊന്നും പുറത്തിറക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പാണ് അതിൻ്റെ ഒരു റെക്കോർഡിങ് നടക്കുവാനിടയായത്. UK-യിലുള്ള ടീന ജോയ് എന്ന് പറയുന്ന സിംഗറിന് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ സഹോദരി ആ പാട്ട് പാടി റെക്കോർഡ് ചെയ്യാനിടയായി. അപ്പോൾ അതും ഇതിൻ്റെ ഒരു സമയവുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ ഒരു നിമിത്തമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ആ പാട്ടൊന്ന് പാടാം. ഞാൻ മൈക്കിൻ്റെ ഒരു സിസ്റ്റം ഒന്ന് മാറ്റേണ്ടി വരുമായിരിക്കും. ഒരു സെക്കൻഡ്. കേൾക്കാമല്ലോ അല്ലേ?
വരുവാനിടവരല്ലേ. നിന്നെക്കാളെന്നുള്ളം വേറൊന്നിനായി വാഞ്ചിക്കല്ലേ. മമനാഥനേ പ്രിയേശുവേ ജീവന്റെ ജീവൻ നീ. മമനാഥനേ പ്രിയേശുവേ ജീവന്റെ ജീവൻ നീ. വചനം അറിയാൻ അറിവിൽ നിറയാൻ വന്നു പരീശനായി തീരരുതേ. വചനം അറിയാൻ അറിവിൽ നിറയാൻ വന്നു പരീശനായി തീരരുതേ. നിന്നെ കുറിച്ചു ഞാൻ അറിയുന്നതിലേറെയായി നിന്നെ കുറിച്ചു ഞാൻ അറിയുന്നതിലേറെയായി നിന്നെ അറിയുവാൻ കൃപ നൽകുകേ. നിന്നോടുള്ള സ്നേഹം കുറയുവാനിടവരല്ലേ. നിന്നെക്കാളെന്നുള്ളം വേറൊന്നിനായി വാഞ്ചിക്കല്ലേ. മമനാഥനേ പ്രിയേശുവേ ജീവന്റെ ജീവൻ നീ. മമനാഥനേ പ്രിയേശുവേ ജീവന്റെ ജീവൻ നീ. ലോകേ സ്വന്തം ആയുള്ളോർ ബന്ധം നൽകുന്ന ഊഷ്മള സ്നേഹമതിൽ. ലോകേ സ്വന്തം ആയുള്ളോർ ബന്ധം നൽകുന്ന ഊഷ്മള സ്നേഹമതിൽ. നിന്നെക്കാളേറെയായി ആരെയും സ്നേഹിപ്പാൻ നിന്നെക്കാളേറെയായി ആരെയും സ്നേഹിപ്പാൻ എൻ മനം വെമ്പൽ കൊള്ളരുതേ. എന്നോടുള്ള സ്നേഹം കുറയുവാനിടവരല്ലേ. നിന്നെക്കാളെന്നുള്ളം വേറൊന്നിനായി വാഞ്ചിക്കല്ലേ. മമനാഥനേ പ്രിയേശുവേ ജീവന്റെ ജീവൻ നീ. മമനാഥനേ പ്രിയേശുവേ ജീവന്റെ ജീവൻ നീ. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മസമർപ്പണത്തിനായി പ്രേരിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ വരികൾ. കർത്താവിനെ കുറിച്ചുള്ള അറിവല്ല, അത് പുസ്തകങ്ങളിലൂടെ വിവിധ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിച്ചാൽ ഒരുപക്ഷെ നാം പരീക്ഷനായി തീരാനുള്ള സാധ്യത കണ്ടിരിക്കുമ്പോൾ കർത്താവെ നിന്നെ ഞാൻ അറിയുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിന്റെ അനുഭവമായി തീരണമെന്നുള്ള ആത്മസമർപ്പണത്തിന്റെ പ്രാർത്ഥനാ വരികളാണ് കർത്താവിന്റെ ദാസൻ എഴുതിയത്. ഈ ഗാനം നിരവധി ദൈവമക്കൾക്ക്, ദൈവവചനം അഭ്യസിക്കുന്നവർക്ക്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിൽ പഠിക്കാൻ കഴിഞ്ഞു എന്ന് സ്വയം പ്രശംസിക്കുന്നവർക്ക് കർത്താവെ നിന്നെ ഞങ്ങൾ അറിയണം എന്നുള്ളതാണ് ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് നിരവധി പേരുടെ ജീവിതങ്ങളിൽ സഹോദരന്റെ കഴിഞ്ഞ കാല ഗാനങ്ങൾ ജീവിതത്തിൽ ചലനമുണ്ടാക്കിയതുപോലെ ഈ ഗാനവും ദൈവകൃപയിലേക്ക് നിരവധി പേരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഇടയാക്കട്ടെ എന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, കാൽവരിനാഥത്തിന് വേണ്ടി ദൈവനാമത്തിൽ ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സമയരഥ ചക്രം നിൽക്കുവാൻ ഇനി ചില നിമിഷങ്ങൾ മാത്രം ബാക്കി. 3 ചോദ്യങ്ങൾ കൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക്,
ഭാരതത്തിൽ, കേരളത്തിൽ ബഹുമുഖ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് തിരക്കോട് തിരക്കായി. രാത്രി ഉറങ്ങുന്നത് പോലും കുറച്ച് മണിക്കൂറാണ് സഹോദരൻ ഉറങ്ങുന്നത്. ബാക്കി മിക്കവാറും സമയങ്ങൾ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളുടെ തിരക്കോട് തിരക്കായിരിക്കുമ്പോഴാണ് സഹോദരൻ 2013 അമേരിക്കയിലേക്ക് പോകുന്നത്. ഇവിടെ ശുശ്രൂഷകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, വിശ്രമിക്കാൻ സമയമില്ലാത്ത തരത്തിൽ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിലേക്ക് സഹോദരൻ പോകുന്നത്. അതിന്റെ പിന്നിലെ ദൈവഹിതം എന്തായിരുന്നു? അതിനുശേഷം മറ്റൊരു ചോദ്യം കൂടെ ഞാൻ ഇതിനോട് ചേർന്ന് ചോദിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചേർന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞ 11 വർഷങ്ങൾ കർത്താവ് സഹോദരനെ ഈ കേരളത്തിൽ ഉപയോഗിച്ചതുപോലെ ഇന്ത്യയിൽ ഉപയോഗിച്ച ഇപ്പോഴും അമേരിക്കയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിധങ്ങൾ കൂടി ഇതോട് ചേർത്ത് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം കണ്ടെത്താൻ ഏറ്റവും ഒരു സ്ട്രഗിൾ നേരിട്ട സമയമായിരുന്നു ഈ അമേരിക്കയിലുള്ള പേപ്പറുകൾ റെഡിയാകുന്നു എന്നുള്ള സമയം. കാരണം ദൈവം എന്നെ പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ എൻ്റെ പേരൻസ് ആ സമയത്ത് അമേരിക്കയിലാണ്. അവർ ഫയൽ ചെയ്ത് ഇങ്ങനെ പേപ്പർ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ പോകണമോ വേണ്ടയോ? അവിടുത്തെ ഹിതമല്ലെങ്കിൽ പോകാൻ അനുവദിക്കരുത്. ഇങ്ങനെ പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. ഞാൻ വളരെ സ്ലോ ആയിട്ട് ഇപ്പം പേപ്പർ വന്നു, നമ്മൾ അത് അയച്ചു കൊടുക്കേണ്ട സ്ഥലത്ത് അയച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ ഒത്തിരി റഷൊന്നും കൂടാതെ, നമുക്കൊരു ആവേശമൊന്നും ഇല്ലാതെ ജസ്റ്റ് ആ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എനിക്കത് വ്യക്തത തരണം, കർത്താവ് ഞാൻ പോകണമോ വേണ്ടയോ എന്നുള്ള വ്യക്തത തരണം എന്നുള്ളത് ഞാനിങ്ങനെ വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത്, ആ പ്രാർത്ഥിക്കുന്നൊരു സമയത്താണ് ഞാൻ അതെൻ്റെ മൂത്ത സഹോദരിയും എൻ്റെ ബ്രദറിലോ വിനോജി സാമുവേലും അവർ കെനിയയിൽ സുശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഇപ്പോൾ അതിനുശേഷം അവർ ടാൻസാനിയയിലും പിന്നെ മലാവിയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കെനിയയിൽ ആ സമയത്ത് അവിടെ വിസിറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ ആ കെനിയയിലെ ശുശ്രൂഷകളിലെല്ലാം സഹകരിച്ചു. മടങ്ങി തിരിച്ചു പോരുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ബോംബെയിൽ വന്നിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറണം. അതുവരെ എത്യോപ്യൻ എയർലൈൻസ് വന്നിട്ട് ഒരു ഇന്ത്യൻ ഫ്ലൈറ്റിൽ കയറണം. അങ്ങനെ കയറി ഫ്ലൈറ്റ് വിടുന്നതിന് മുമ്പ് ഞാൻ അയൽ സീറ്റിലിരിക്കുകയാണ്. മിഡിൽ സീറ്റിലേക്ക് ഒരാൾ വന്ന് ഇരുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞ ഉടനെ അവരെന്തോ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരു ഫുഡ് അവർ ഹോസ്റ്റസ് സെർവ് ചെയ്തു. അത് കിട്ടിയ ഉടനെ അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഫുഡ് കഴിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആർ യു എ ബിലീവർ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു മലയാളിയല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, അതെ. എങ്ങനെ മനസ്സിലായി? നമ്മളൊരു ഭക്ഷണം കൈ കിട്ടിയാൽ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ ദൈവത്തോട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള ആളായിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ ബിലീവറാണ്, ഞാൻ ഇന്ന പ്രവർത്തനം ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചാൽ അവിടെ പോവാണ്, കേരളത്തിലോട്ട് പോവുക, കേരളത്തിലൊരു മീറ്റിങ്ങിൽ സംസാരിക്കാൻ വേണ്ടി പോവുക. പുള്ളി ഒരു ആന്ധ്രാക്കാരൻ സഹോദരൻ. അപ്പോൾ എന്നോട് ചോദിച്ചു അവിടെ പോയി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കെനിയയിൽ പോയതാ. അവിടെ ഒരു എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറിലോയും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ മിഷണറിമാരാണ്. ഞാനും ആ മിഷൻ പ്രവർത്തനത്തിൽ സഹകരിക്കാൻ പോയതാണ്. അപ്പം പിന്നീട് നെക്സ്റ്റ് ഞാൻ ആരാന്നോ എന്താണെന്നോ ഒന്നും പുള്ളിക്കറിയില്ല. ആദ്യമായിട്ട് കാണുന്നത്, എത്ര സംസാരിച്ചു കൊണ്ട് അടുത്ത വാക്ക് പുള്ളി പറയുന്നത്, ഇനിയും അമേരിക്കയിലേക്ക് നമുക്ക് ഇവിടുന്ന് മിഷണറിമാരെ അയക്കേണ്ട സമയമായി എന്ന് പുള്ളി എന്നോട് പറയാം. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്ലെയിനിലൊന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഞാൻ അമേരിക്കയിൽ പോകണോ വേണ്ടയോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതെന്തുകൊണ്ട് ആ പുള്ളി പറഞ്ഞതെന്ന് അറിയത്തില്ല, പുള്ളിക്ക് എന്നെ അറിയത്തില്ല, ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ദൈവം ഒരു പക്ഷെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുന്നതിൻ്റെ ആദ്യ പടിയായിരിക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അത് ഞാൻ സമ്പൂർണ്ണ ദൈവഹിതമായിട്ട് എടുത്തില്ല, പക്ഷേ അങ്ങനെ ഒരു അവിചാരിതമായൊരു ആൻസർ വന്നു. അപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഞാൻ ചില ദൈവദാസന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു, ഭവനത്തിൽ സംസാരിച്ചു. അപ്പം ഞാൻ അമേരിക്ക പോകുന്ന ആ നിമിഷം വരെയും പലവിധമായ ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ അതിനുശേഷം പുതുപ്പള്ളി സഭ ഞാൻ അമേരിക്കയിൽ പോകുന്നു ഉള്ളതുകൊണ്ട് എനിക്കൊരു സെൻഡ് ഓഫ് ഒക്കെ അറേഞ്ച് ചെയ്തു. സാധാരണ സുശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ എന്തുവാ UP പോയി അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോയി എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു സുശേഷ വേലയ്ക്ക് അയക്കുന്ന പോലെയുള്ള സെൻഡ് ഓഫ് ഒക്കെ തരുന്നത്. ഇത് ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു പറഞ്ഞു, പക്ഷെ ഒരു മിഷണറിയെ അയക്കുന്നത് പോലെ അവർ അയക്കാനും തയ്യാറായി. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന് അങ്ങനെ ഒരു നിയോഗമുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം അന്നേരം വന്നത്, നമ്മൾ ഓർക്കുന്നത് ഈ ഒത്തിരി വിദ്യാഭ്യാസമില്ലാത്ത മേഖല അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന മേഖല മാത്രമാണ് മിഷൻ ഫീൽഡ് എന്നാണ് പൊതുവെ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ മനുഷ്യനുള്ള എല്ലായിടവും മിഷൻ ഫീൽഡ് ആണെന്നുള്ള
ഒരു ചിന്ത എൻ്റെ മനസ്സിൽ അങ്ങനെ വരാനായിട്ടിടയായി. അങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ ദൈവം ലീഡ് ചെയ്ത വഴി പോകാനിടയായത്. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പം അവസാന സമയം വരെയും പാക്കിങ് പോലും നമ്മൾ ശരിക്കും ചെയ്തില്ല. എന്നിട്ട് ആ രാത്രിയിൽ മാത്രം പാക്ക് ചെയ്ത് വീട് പൂട്ടി താക്കോലും കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ അടുത്ത ഇപ്പം കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന പോലെയാണ് ഞങ്ങൾ അമേരിക്കയ്ക്ക് പോരുന്നത്. അതുപോലെ ടൈറ്റ് ആയിരിക്കുന്ന സമയത്താണ് കയറി പോരുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഒരു ദൈവത്തിൻ്റെ ലീഡിങ് അനുഭവിക്കാനായിട്ട് പറ്റി. ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യം ചോദിച്ചാൽ, ആദ്യം ഞങ്ങൾ മിനസോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് വന്നത്. കാരണം എൻ്റെ പിതാവും മാതാവും എൻ്റെ സഹോദരിയും എല്ലാം അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് അവിടെ അധികം മലയാളികളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ പുതുപ്പള്ളി സഭയുടെ 100ാമത്തെ വർഷമായിരുന്നുകൊണ്ട് ഒരു താങ്ക്സ് ഗിവിങ് മീറ്റിംഗ് വെച്ചിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമും കഴിഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. അപ്പോൾ ഒരു സൊവനീർ ഇറക്കുന്ന ചുമതല എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഞാൻ വന്ന് ആദ്യത്തെ 4 മാസങ്ങൾ അമേരിക്കയിലാണ് ഇരിക്കുന്നതെങ്കിലും ഇന്ത്യയിൽ ഇരിക്കുന്ന പോലെ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് മൊത്തം ആ സൊവനീറിൻ്റെ പണി തീർത്ത്, അപ്പം ആദ്യത്തെ 4 മാസങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അമേരിക്കയിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിലെ ഈ ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ആർട്ടിക്കിൾ കളക്ട് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, ലേഔട്ട് ചെയ്യുക, അത് പ്രസ്സുമായിട്ട് അമേരിക്ക, അങ്ങനെ ആദ്യത്തെ 4 മാസങ്ങൾ അങ്ങനെ പോയി. അതിനുശേഷം പിന്നീട് അമേരിക്കയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ലിജോ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ലിജോ പല മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പം കാനഡയിൽ പോയി ന്യൂയോർക്കിൽ പോയി, അറ്റ്ലാന്റയിൽ പോയി, അങ്ങനെ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകാനും ആദ്യത്തെ സമയം ഇടയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സുശേഷ വേല വിട്ടയച്ച് പോകുന്നു എന്നുള്ളൊരു ചിന്തയെ വന്നില്ല. കാരണം ഫസ്റ്റ് ഇയറിൽ ഫുള്ളി ബിസി ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ DTSലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ DTSൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് വന്നപ്പോൾ ഞങ്ങൾ മിനസോട്ടയിൽ നിന്ന് ഡാളസിലേക്ക് ഫാമിലി ആയിട്ട് മൂവ് ചെയ്ത് ഞങ്ങളിവിടെ ആരെയും അറിയത്തില്ല. ഇവിടെ 8 സഭകളുണ്ട്, മലയാളം അസംബ്ലി തന്നെ. അപ്പോൾ ഇവിടെ ഏതിൽ പോകണം എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അതിൽ 3 സഭകളിൽ എന്നെ അറിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, എന്നെ അറിയാത്ത ആളുകളുള്ള സഭയിൽ എനിക്ക് പോകണം. എന്നിട്ട് അവിടെ ഇപ്പം ഞാൻ ആരാണെന്നോ ഞാൻ ഇതുവരെ എന്ത് മിനിസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നോ ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പം ദൈവത്തിൻ്റെ ആത്മാവാണ് അവരിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ ദൈവം എന്നെ ശുശ്രൂഷകൾക്കായിട്ട് നിയോഗിച്ചാൽ അത് കുറച്ചുകൂടി ഒരു സന്തോഷമായിരിക്കുമല്ലോ. കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ട് എനിക്ക് ആ ശുശ്രൂഷ അറിയാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പൂർണ്ണമായും ഒരു 0 ആയിട്ട് ഇതുവരെ ചെയ്ത ഒന്നും ഇല്ലാത്തൊരു സഭയിൽ ചെന്നിട്ട് 0 ആയിട്ടിരിക്കുക. അപ്പോൾ ദൈവം തന്നെയാണ് ആ ശുശ്രൂഷകൾ തരുന്നെങ്കിൽ അതൊരു നിയോഗമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ആണ് ബിലിവേഴ്സ് ബൈബിൾ ചാപ്പൽ എന്ന് പറഞ്ഞ ഒരു സഭയിൽ വരാനിടയായത്. അവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജിജി ചേത്തക്കൽ എന്ന് പറഞ്ഞ സഹോദരനെ മാത്രമേ അത്രമാത്രം അറിയുള്ളായിരുന്നു. പിന്നെ ഒരു ഫാമിലിയും കൂടി അറിയാമായിരുന്നു. അവരെ ഞാൻ പക്ഷേ അത്ര ഡീറ്റെയിൽ ആയിട്ട് പ്രവർത്തിക്കുന്നൊന്നും അവരൊത്തിരി വർഷമായിട്ട് അമേരിക്കയിലുള്ള ആളുകളാണ്. പക്ഷെ എന്നോട് പേഴ്സണലി അറിയാവുന്നു എന്നുള്ളതോട് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വന്നു ഈ സഭയിലായിരുന്നു. ഞാൻ ഒരു പുറകിൽ ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് ആരാധനയ്ക്കൊക്കെ ഓരോ ചിന്ത പറയുകയൊക്കെ ചെയ്യുന്ന ഒരു 0യിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ സഭയിലായിരുന്നത്. പക്ഷെങ്കിൽ ദൈവം തന്നെയാണ് അവിടെ ഉള്ള അന്ന് എൽഡേഴ്സ് ആയിരുന്ന സഹോദരന്മാർക്ക് ബോധ്യങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ ഓരോ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് എന്നോട് പറയുകയും അങ്ങനെ ദൈവം നിയോഗിച്ച ശുശ്രൂഷകൾ മാത്രം ചെയ്തു പോരാനായിട്ട് ദൈവം ഇടയാക്കി. അപ്പോൾ ഇന്ന് ആ സഭയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ബിലിവേഴ്സ് ബൈബിൾ ചാപ്പലാണ്. ദൈവം എന്നെ കറക്റ്റ് നിയോഗിച്ചു കൊണ്ടാക്കിയ ഒരു ഇടമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അവിടെയുള്ള വിശ്വാസികളെല്ലാവരും വളരെ സ്നേഹമുള്ളവരും കരുതലുള്ളവരും അത്രമാത്രം ഒരു ആത്മീയ ബന്ധം അവിടെ പുലർത്തുവാനായിട്ട് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനോട് ചേർന്ന് മീഡിയ മിനിസ്ട്രി, ഞാൻ DTSൽ പഠിച്ചത് തിയോളജി ആൻഡ് മീഡിയ ആണ്. അപ്പോൾ ഞാനിങ്ങനെ 4 വർഷം അവിടെ പഠിച്ചു. 4 വർഷം പഠിച്ചതിന് ശേഷം പുറത്തിറങ്ങി. ആ സമയമാണ് 2020 കോവിഡ് കൊണ്ട് ലോകം മുഴുവൻ അടയ്ക്കപ്പെട്ടു. ലോകം മുഴുവൻ അടയ്ക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾ തുറക്കപ്പെടുകയാണ് ചെയ്തത്. അതുവരെ മാധ്യമങ്ങൾ, എനിക്ക് പേഴ്സണലി ഞാൻ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ലോകം മാധ്യമങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഗ്രാജുവേഷൻ പോലും മാധ്യമങ്ങളിലൂടെയായിരുന്നു. അങ്ങനെ മാധ്യമങ്ങളുടെ ലോകം തുറക്കപ്പെടുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ പരിശീലിപ്പിച്ചിട്ട് ഈ ലോകത്തിൽ ഈ മാധ്യമങ്ങളുടെ ലോകത്തിലൂടെ ലോകത്തെ റീച്ച് ഔട്ട് ചെയ്യാൻ തക്കവണ്ണം ദൈവം പരിശീലിപ്പിക്കുകയായിരുന്നു എന്നെനിക്കൊരു ബോധ്യമുണ്ടായി. അതുപോലെ തന്നെ അനേക സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ 3-4 സ്ഥലങ്ങളിൽ റെഗുലറായിട്ട് വചനം പഠിപ്പിക്കാനൊക്കെ ദൈവം അവസരം തരുന്നുണ്ട്. അതുപോലെ മറ്റു പല ശുശ്രൂഷകളും ചെയ്യാൻ അവസരം തരുന്നു. അതുപോലെ ഞങ്ങൾ മറ്റുള്ള അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്ത ആളുകൾ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ലൈഫ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു മീഡിയ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇടവന്നു. അതും നന്നായിട്ട് പോകാൻ തക്കവണ്ണം ദൈവം ഇടയാകുന്നു. പല സഹോദരന്മാർ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്
ഒരേ വിഷനോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചിങ് മിനിസ്ട്രി ആയിട്ടും, അല്ലെങ്കിൽ ഇവിടെ YMF ഡാളസ് എന്ന് പറയുന്ന മിനിസ്ട്രി ഉണ്ട്, അവിടെയും ഞങ്ങൾ ആക്റ്റീവായിട്ട് ഔട്ട്റീച്ചുകൾ ചെയ്യാനായിട്ട്, ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് ഒക്കെ സാധിക്കുന്നു. ഇന്ത്യയിൽ ചെയ്യാൻ കഴിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹൗസ് വിസിറ്റിംഗ് ഇവിടെ അത്ര സാധിക്കാതല്ല. കാരണം എല്ലാവരും പല സമയങ്ങളിൽ ജോലി ചെയ്യുന്നവരും പല സമയത്തിൽ ഉറങ്ങുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പോയി വീടുകൾ മുട്ടിവിളിക്കാനൊന്നും സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ആ ഒരു ശുശ്രൂഷ മാത്രം നാട്ടിൽ ചെയ്തത് എനിക്കിവിടെ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു ചിന്തയുണ്ട്. അല്ലാതെ ബാക്കി ഒരുവിധപ്പെട്ട നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ മിനിസ്ട്രികളും തന്നെ ഇവിടെ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും മനുഷ്യരുള്ള സ്ഥലങ്ങളെല്ലാം മിഷൻ ഫീൽഡാണ്. അവിടെയെല്ലാം കർത്താവിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന്റെ ദാസന് പ്രയോജനപ്പെടാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷകരമായ വാർത്തയാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചത്. നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ 12 വാക്കുകൾ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിലൂടെ കർത്താവിനെ ആസ്വദിച്ചറിഞ്ഞതിലൂടെ എന്തെങ്കിലും പ്രത്യേക സന്ദേശം ചുരുക്കം വാക്കുകളിൽ കാൽവരിനാഥത്തിന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം കർത്താവ് വിശ്വസ്തനാണെന്നുള്ളത്. നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ കർത്താവ് ഒരിക്കലും നമ്മളെ ചതിക്കത്തില്ല, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ മുഖം തിരിഞ്ഞ് നിൽക്കത്തില്ല, കർത്താവ് ഒരിക്കലും അവിശ്വസ്തനാകത്തില്ല. നമ്മൾ ഏറ്റവും സേഫ് ഹാൻഡിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും കർത്താവിനെ ഫോളോ ചെയ്യുന്നത് എന്തായി തീരുമെന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഭയപ്പെടണ്ട. നമ്മളെ കണ്ണും അടച്ച് ഫുൾ ട്രസ്റ്റായിട്ട്, ട്രസ്റ്റ് ഫോൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് വീണ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കർത്താവിൻ്റെ കൈ. കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ ഏറ്റെടുത്താൽ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മൾ മത്തായി 6:33 വായിക്കുന്നതിന് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും കിട്ടും എന്ന് പറയുന്നത്. എൻ്റെ ഒരു വേർഷൻ എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ കാര്യം നോക്കിക്കോ, ഞാൻ നിൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറയുന്നത്. നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിൻ്റെ കാര്യം എങ്ങനെ നടക്കും, ആര് സഹായിക്കും, എങ്ങനെ, ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നീ എൻ്റെ കാര്യം നോക്കിക്കോ, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതാണ് കർത്താവിൻ്റെ വിശ്വസ്തത. പിന്നെ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യം ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 57:2 അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ആ എനിക്ക് വേണ്ടി ദൈവവും സകലവും നിർവഹിക്കുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ഇടയാകും. ആ നിലയിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. അത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ അഭിമുഖം ആരംഭിക്കുമ്പോൾ ഞാൻ കർത്താവിന്റെ ദാസനെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹവുമായി ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ ദൈവകൃപയുടെ പോസിറ്റീവ് എനർജി നമ്മിലേക്ക് നാം അറിയാതെ തന്നെ പകരും. കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി അദ്ദേഹത്തിന്റെ ജീവിത വഴികളിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവഹിതം ജീവിതത്തിൽ എങ്ങനെയാണ് വെളിപ്പെട്ടത്, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനോട് ദൈവം എങ്ങനെയാണ് വിശ്വസ്തനായിരിക്കുന്നത്, ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, ആ കരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ ചാടിക്കൊടുത്താൽ അല്ലെങ്കിൽ വീണുകൊടുത്താൽ ദൈവം നമ്മളെ എത്ര സുരക്ഷിതമായി നമ്മെ വഴി നടത്തും. അങ്ങനെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവഹിതത്തിന്റെ വിവിധ തലങ്ങൾ, ദൈവാശ്രയത്തിന്റെ വിവിധ തലങ്ങൾ കർത്താവിന്റെ ദാസൻ നമ്മോട് പങ്കുവെച്ചു. ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും കർത്താവിന്റെ ദാസനിൽ നിന്നും ദൈവകൃപയുടെ പോസിറ്റീവ് എനർജി പകർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, സമയത്തിന് ശേഷം ഇത് യൂട്യൂബിൽ വീണ്ടും കാണുന്നവർക്കും തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ദൈവകൃപയുടെ ഹിമ കണങ്ങൾ അവരുടെ ജീവിതത്തിൽ പെയ്തിറങ്ങുന്ന ഒരു എപ്പിസോഡായിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കർത്താവിന്റെ ദാസന്റെ വിലയേറിയ സമയം ഞങ്ങളുമായി പങ്കുവച്ചതിൽ കാൽവരിനാഥ മിനിസ്ട്രീസിന് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വരുന്ന നാളുകൾ ഇതേ ദൈവകൃപയുടെ ആനന്ദ ലഹരിയിൽ മുന്നോട്ട് പോകുവാൻ, നിരവധി ജീവിതങ്ങൾക്ക് കർത്താവിൽ ആശ്വാസമായി തീരുവാൻ, അവരുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശയും സന്തോഷവും ആനന്ദവും പകരുന്ന ഒരു ദൈവകരങ്ങളുടെ ഇണങ്ങിയ ആയുധമായി വിശ്രമരഹിതനായി തിരക്കോടുകൂടി തന്നെ ഇനിയും മുന്നോട്ടേക്ക് പോകുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഇവിടെ പൂർണ്ണവിരാമം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രത്യേക ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഒരു അനുഭൂതിയിലൂടെ യാത്ര ചെയ്യുക. ഞാൻ ജിബിച്ചാനെ കണ്ടു തുടങ്ങിയ കാലഘട്ടം ഇപ്പോഴും ഓർക്കുകയായിരുന്നു. ബാലസംഘത്തിൽ അദ്ദേഹം പാട്ട് പഠിപ്പിക്കാൻ വരുമ്പോൾ ഞങ്ങളൊക്കെ അന്ന് സ്റ്റുഡൻസ് ആണ്. ജിബിച്ചാൻ പാട്ട് പഠിപ്പിക്കുന്ന ഒരൊറ്റ പാട്ടിനും കുട്ടികളെ ശബ്ദം ഉണ്ടാക്കുകയല്ല, അതിലൊരു മാധുര്യം ഉണ്ടായിരുന്നു. പിന്നീടുള്ള കാലഘട്ടം ഞാൻ ഏറെ ശ്രദ്ധിച്ച ഒരു വ്യക്തിപ്രഭാവം കർത്താവിന്റെ ദാസനായിരുന്നു. കുമ്മനാട്, പത്തനംതിട്ട ഒക്കെ കോട്ടയത്തൊക്കെ നടന്ന ക്യാമ്പുകൾക്ക് പലപ്പോഴും പേഴ്സണലായിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പല കാര്യങ്ങളും സംസാരിച്ചതും പ്രാർത്ഥിച്ചതും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്.
ആ നിലയിലുള്ളൊരു വലിയ ഒരു സ്നേഹബന്ധം അന്നും ഇന്നും കർത്താവ് നൽകി തരുന്നു. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ശുശ്രൂഷകളും ഇന്നും എന്നെ സംബന്ധിച്ചും എനിക്കൊരു മുതൽക്കൂട്ടാണ്, ഒരു വെല്ലുവിളിയാണ്. ഞാൻ അതിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഷെയർ ചെയ്യാനുണ്ട് എന്നറിയാം. എങ്കിലും വെട്ടിച്ചുരുക്കി ഇത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലായി. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ദൈവം ഒരുവനെ ഉപയോഗിക്കുവാൻ ആരംഭിച്ചാൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ ആ വ്യക്തി കർത്താവിന്റെ കയ്യിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആ വ്യക്തിക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിലൂടെ വലിയ അത്ഭുതങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ കർത്താവ് ഇനിയും ഈ ലോകത്തിൽ ചെയ്യും എന്നുള്ളത് കർത്താവിന്റെ ദാസിലൂടെ കേൾക്കുകയായിരുന്നു. ആ ഒരു വെല്ലുവിളി നമുക്കുണ്ടാകട്ടെ. ഒരുപക്ഷെ അനേക ഫിലിപ്പ് കെ ആൻഡ്രൂസ്മാർ ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. അനേക യുവ ജനം കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടേണ്ടിയിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെയും കർത്താവ് തന്ന നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വോട്ട് ഓഫ് താങ്ക്സിനും മറ്റ് കാര്യങ്ങൾ അനൗൺസ്മെന്റിനും വേണ്ടി കർത്താവിന്റെ ദാസൻ മാമുകുര്യച്ചൻ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ പ്രിയ കുര്യൻ എബ്രഹാം അങ്കിൾ നമ്മോട് കൂടെയുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുമെന്ന് വിശ്വസിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിനും മിനിസ്ട്രിയെ കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടിയും കർത്താവിന്റെ ദാസൻ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ബ്രദർ മാമുകുര്യൻ തിരുവനന്തപുരത്തെ എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ശനിയാഴ്ചയും നമുക്കിങ്ങനെ ഈ രീതിയിൽ സൂം മീറ്റിംഗിൽ കൂടി കൂടുവാൻ ദൈവം അനുവദിച്ചത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എത്ര നല്ലവനെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ഓർക്കുവാൻ തൊക്കണം ദൈവം ഇടവരുത്തി. പ്രിയ കർത്തൃദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂ സഹോദരന്റെ അനുഭവ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് തോന്നിയത്. അനുഭവ സാക്ഷിയാകുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതും അത് കേൾക്കുന്നതും. വളരെ ഹൃദയത്തിന് വളരെ സന്തോഷമുണ്ടായ ഒരു ദിവസമാണ് എനിക്കും ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും. പ്രിയ കർത്തൃദാസനെ ദൈവം ഏതെല്ലാം രീതിയിലാണ് എടുത്ത് ഉപയോഗിച്ചത്, ഇപ്പോഴെടുത്ത് ഉപയോഗിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങൾ നാം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടവരുത്തി. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതൊരു പോസിറ്റീവ് എനർജിയാണ് ഇന്ന് തന്നിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഇനി കേൾക്കുവാൻ ഇരിക്കുന്നവർക്കും അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം വിശ്വസനാണ്, അവൻ ഒരു നാളും കൈവിടാത്തൊരു ദൈവമാണ്. ആ നല്ല ദൈവത്തിന്റെ സ്നേഹത്തെ പ്രിയ കർത്തദാസിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളൊന്ന് കേൾപ്പാൻ തക്കവണ്ണം ദൈവം ഇവിടെ വരുത്തി. ദൈവം എല്ലാ നിലകളിലും പ്രിയ കർത്തദാസിനെ എടുത്ത് ഉപയോഗിക്കുന്നു. പാട്ടിൽ എഴുതുവാനും പ്രസംഗിക്കാനും എല്ലാ കാര്യത്തിലും ദൈവം ഇന്നും എടുത്ത് ഉപയോഗിക്കുന്നത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുകയാണ്. വിലപ്പെട്ട സമയം കാൽവരിനാഥ മിനിസ്ട്രിക്ക് വേണ്ടി മാറ്റിവെച്ച് ഇവിടെ വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയാൻ തക്കണം ദൈവം ഞങ്ങളുടെ ദാസനെ എടുത്ത് ഉപയോഗിച്ച് ഓർത്ത് ദൈവത്തെ എന്നോട് സ്തോത്രം ചെയ്യാണ്. മാത്രമല്ല ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുവാൻ വേണ്ടി പ്രിയർത്തദാസൻ അഗസ്റ്റിൻ കെ മാത്യു സഹോദരനെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു. വളരെ നല്ല രീതിയിൽ മനസ്സിലാകത്തക്ക രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനും അത് അവതരിപ്പിക്കുവാനും ദൈവം പ്രിയർത്തദാസനെ എടുത്ത് ഉപയോഗിച്ച് ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യാണ്. പ്രിയ സഹോദരന് ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ മനോഹരമായ ഒരു പാട്ടുപാടി നമ്മളെ സഹായിച്ച ലിജോ സഹോദരനും ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവരാണ് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നത്. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടതിന് വേണ്ടി പ്രിയ കുര്യൻ എബ്രഹാം അങ്കിളിനെ വളരെയധികം സ്നേഹത്തോടുകൂടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗപിതാവേ, അടിയങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ശ്രേഷ്ഠദാസന്മാരെ അങ്ങ് നടത്തിയ വിധങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ അടികളുടെ ഹൃദയം തുടിക്കുകയാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയും കരുതലും സ്നേഹവും പരിപാലനവും ഒക്കെ അനുഭവിപ്പാണ്ട് കൊണ്ടു അങ്ങയുടെ ദാസന്മാരെ അങ്ങ് സഹായിച്ച എല്ലാ വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, പ്രിയ ഫിലിപ്പ് ആൻഡ്രൂസിൽ നിന്ന്
തന്നെ നടത്തിയ എല്ലാ വിധങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അടിയങ്ങൾ അനേക വർഷങ്ങളായിട്ട് അന്യോന്യം അറിയുന്നവരാണ്. കർത്താവെ, ജിബിനോടുള്ള അങ്ങയുടെ താല്പര്യവും അങ്ങയുടെ നടത്തിപ്പുകളും ഒക്കെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവന് നിവർത്തിക്കുമെന്നുള്ള അങ്ങയുടെ മാറ്റമില്ലാത്ത വചനമാണ് അടിയങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത്. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അങ്ങയുടെ സന്നിധിയിൽ വളരെ ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടെ ഓരോ വിഷയങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമായിട്ട് അങ്ങുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മുൻപേ അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ നൽകി തരാമെന്നാണല്ലോ അങ്ങ് പറഞ്ഞിട്ടുള്ളത്. അത് തന്റെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീർന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവെ, ഓരോ സ്റ്റെപ്പും താൻ എടുക്കുമ്പോൾ ആ തിരുമുഖത്തേക്ക് നോക്കി ഇതാകുന്നു കർത്താവെ അങ്ങയുടെ ഹിതം, അടിയനോ അത് വ്യക്തമാക്കി തരണമെന്ന് പറയുന്ന ഒരു നല്ല മനസ്സ്, ദൈവത്തിന് വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയം, കർത്താവെ ദൈവത്തിങ്കിലേക്ക് മാത്രം ദൃഷ്ടി ഉറപ്പിക്കുന്ന ഒരു മനസ്സ്, അതൊക്കെ നിന്റെ മകന് നൽകിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിപ്പാൻ ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും നിന്റെ ദാസൻ നൽകിയതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിവുകളിലേക്കാൾ ഉപരി ഞങ്ങളുടെ സമർപ്പണത്തെ ഞങ്ങൾ മാനിക്കുന്ന ഒരു നല്ല ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകവും നടത്തിപ്പും ആ ശക്തിയും ഒക്കെയും ധാരാളം അനുഭവിപ്പാൻ തക്കവണ്ണം, വിവിധ മേഖലകളിൽ അത് അനുഭവിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസനെ ബലപ്പെടുത്തി കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനോടുള്ള ഉണ്മയായ സ്നേഹത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം ജീവന് കൊടുത്ത വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തെ കർത്താവെ അറിയുന്ന മുഖാന്തരം ദൈവത്തെ കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹം തന്റെ ഹൃദയത്തിൽ നീ നൽകിയതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിൽ ഞങ്ങൾ അങ്ങേക്ക് ആവശ്യമുള്ളത് പണ്ഡിതന്മാരെയല്ല ഭക്തന്മാരെയാകുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ താണിരിപ്പാൻ തക്കവണ്ണം അങ്ങയെക്കുറിച്ചുള്ള ആ അറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ താഴ്മയും അതുപോലെ കർത്താവെ സൗമ്യതയുള്ളവരായിട്ട് ജയിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ നിർബന്ധിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും അവൻ വെറും ശ്വാസമാകുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിപ്പാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനാകുന്ന പൗലോസ് മഹാപണ്ഡിതനായിരുന്നെങ്കിലും താൻ പറയുന്ന എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും എന്നായിരുന്നല്ലോ. ആ നല്ല മനോഭാവം നിന്റെ ദാസന്മാർക്ക് ഉണ്ടാകണമെന്ന് ജീവനുള്ള ആഗ്രഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും തന്നെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മറ്റുണ്ടാകില്ലെന്നുള്ള അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആഗസ്റ്റിൻ ബ്രദറിന് ആ ഇന്റർവ്യൂ ഒക്കെ നടത്തുവാൻ കൊണ്ടും കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളൊക്കെ അങ്ങയുടെ ശ്രേഷ്ഠദാസന്മാരെ ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, കൂടുതലായിട്ട് നിന്റെ മക്കളെ വരും ദിവസങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കമെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, ഞങ്ങളാൽ ആവോളം അങ്ങയുടെ വയൽപ്രദേശത്ത് അധ്വാനിപ്പാൻ തക്കവണ്ണം അടിയങ്ങളുടെ മേൽ കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കാൽവറുനാഥം പരിപാടിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ എല്ലാ ദാസന്മാരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലെ വിശുദ്ധന്മാരോ യഹോവയ്ക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ എന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഞങ്ങളെ അങ്ങ് കാണുന്നത് ഏത് വിധമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ സന്നദ്ധികൾ താഴ്മയോടുകൂടെ കർത്താവെ അങ്ങയുടെ കരങ്ങൾ ഉപയോഗിക്കുന്ന മാനപാത്രങ്ങളായിട്ട് ഞങ്ങൾ തീർണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ജീവിപ്പാൻ കൊണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അടിയങ്ങളെ അങ്ങ് ഒരുക്കുമാറാകണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നടത്തുവാൻ കൊണ്ണം ജിബുവിനെയും അഗസ്റ്റിനെയും ഒക്കെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളും തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, സുവിശേഷത്തിന്റെ വർധനവിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അവരെ അങ്ങോട്ട് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് തന്നെ. അടിയങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഈ സന്ദർഭം ഞങ്ങൾ ജീവനെ ഓർക്കുന്നു. മനോഹരമായ ഗാനം പാടുവാൻ കൊണ്ടും തന്നെയും ബലപ്പെടുത്തിയല്ലോ കർത്താവെ. അവരൊക്കെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് ആദരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അല്പം കൊണ്ടും അധികം കൊണ്ടും അങ്ങ് അനുഗ്രഹിക്കുന്നു. നല്ല ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധാനത്തിൽ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വന്യമായ നാമത്തിൽ അടിയങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇളവറ്റ കൃപകളും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും പരിപാലനവും നാം ഏവരോടുകൂടിയും നാം ഇന്ന് കേട്ട ഈ സാക്ഷ്യത്തോടു കൂടിയും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.